മുതിർന്ന പത്രപ്രവർത്തകനും കവിയുമായ ടോബി തലയലിൻ്റെ വരിതെറ്റിക്കുന്ന വാക്കുകൾ എന്ന കവിതാ സമാഹാരം സാഹിത്യ നിരൂപകനും കേരള യൂണിവേഴ്സിറ്റിയുടെ ഫാക്കൽറ്റി ഓഫ് ഓറിയന്റൽ സ്റ്റഡീസ് ഡീനുമായ ഡോക്ടർ എം ഉണ്ണികൃഷ്ണൻ പ്രസ് ക്ലബ്ബിൽ നടന്ന ചടങ്ങിൽ പ്രകാശനം ചെയ്തു. കവിയും പ്രഭാഷകനുമായ ഡി അനിൽകുമാർ ആദ്യ കോപ്പി സ്വീകരിച്ചു. കവിയും അധ്യാപകനുമായ ഡി യേശുദാസ് പുസ്തകാവതരണം നടത്തി. എഴുത്തുകാരനും പരിധി പബ്ലിക്കേഷന്റെ സാരഥിയുമായ ഡോക്ടർ എം രാജീവ് കുമാർ സ്വാഗതം ആശംസിച്ചു. രാജ്ഭവൻ PRO SD പ്രിൻസ്, കവിയും നോവലിസ്റ്റുമായ ഡോക്ടർ ജേക്കബ് സാംസൺ, മുതിർന്ന പത്രപ്രവർത്തകൻ സാമുവൽ കുട്ടി എന്നിവർ ആശംസാ പ്രഭാഷണം നടത്തി. ചടങ്ങുകൾക്കൊടുവിൽ ടോബി തലയിൽ നന്ദിയും പ്രകാശിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ സ്തുത്യർഹമായ അധ്യാപന ജീവിതം ഈ തിരശ്ശീലയും ഈ മാസം തന്നെ വീഴുന്നു. ഔദ്യോഗികമായ രീതിയിലുള്ള അധ്യാപകൻ, യൂണിവേഴ്സിറ്റി പ്രൊഫസറാണ്. ദീർഘകാലമായി കോളേജ് അധ്യാപകനായി, യൂണിവേഴ്സിറ്റിയിൽ തന്നെ അധ്യാപകനായി സേവനമനുഷ്ഠിച്ചു. മാത്രമല്ല, മലയാള ഭാഷ തെറ്റുകൂടാതെ എഴുതാനും വായിക്കാനും അറിയാവുന്ന ആളുകൾ കുറഞ്ഞു വരുമ്പോൾ അതിൽ തീർച്ചയായിട്ടും ഒരു കുത്ത്, കോമ എന്നിവ പോലും വളരെ സൂക്ഷിച്ച് വേണം ഉപയോഗിക്കുന്നത് എന്ന കാര്യം, അതായത് ഇത് കൃത്യമായി വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ തന്നെ ദൈനംദിന ജീവിതത്തിലെ സാഹിത്യ പ്രവർത്തനത്തിലൂടെ തെളിയിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം. ഇന്ന് അദ്ദേഹമാണ് ഇവിടെ പുസ്തക പ്രകാശകനും അധ്യക്ഷൻ. പരിധി അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ പ്രസിദ്ധപ്പെടുത്തി. ഇനിയും 2-3 പുസ്തകങ്ങൾ വരാനിരിക്കുന്നു. ഇന്ന് ഇവിടെ പ്രകാശനം ചെയ്യുന്ന പുസ്തകം ടോബി തലയിലിൻ്റെ പുസ്തകമാണ്. അത് ഗുണനിലവാരമുള്ള ഒരു പുസ്തകം തന്നെയാണ് എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞുകൊണ്ട് ഇന്ന് ഈ പുസ്തക പ്രകാശന ചടങ്ങിലേക്ക് നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധ ക്ഷണിക്കുന്നു. പുസ്തകം പ്രകാശനം ചെയ്യുന്ന ഡോക്ടർ എം ഉണ്ണികൃഷ്ണൻ സംസാരിച്ചു തുടങ്ങും. അത് കഴിഞ്ഞ് അദ്ദേഹം പുസ്തകം ഡി അനിൽകുമാറിന് കൊടുത്തുകൊണ്ട് അദ്ദേഹം ഏറ്റുവാങ്ങും. പുസ്തകം എടുത്ത് ഡി അനിൽകുമാറിന് കൊടുത്തുകൊണ്ട് പുസ്തകം പ്രകാശനം ചെയ്യും. പരിധിയുടെ അമരക്കാരനും നമ്മുടെ സാഹിത്യ മേഖലയിലെ ശ്രദ്ധേയനും ആയ ഡോക്ടർ എം രാജീവ് കുമാർ സാർ നമ്മളെ എല്ലാവരെയും ഇവിടെ കോർത്തിണക്കി ഈ സന്തോഷപ്രദമായ അവസരത്തിന് കാരണക്കാരനായ കവി ആത്മസുഹൃത്ത് ശ്രീ ടോബി തലയൽ, പുസ്തകം ഏറ്റുവാങ്ങുന്ന ഞങ്ങളുടെ പ്രിയ വിദ്യാർത്ഥിയും കേരളത്തിൻ്റെ അഭിമാനമായ കവിയും അധ്യാപകനും ഡോക്ടർ ഡി അനിൽകുമാർ, പുസ്തകം പരിചയപ്പെടുത്തുന്ന അധ്യാപകൻ നിരൂപകൻ ശ്രീമാൻ ഡി യേശുദാസ്, ആശംസാ ഭാഷണം നടത്തുന്ന എൻ്റെ ആത്മസുഹൃത്തും രാജീവ് കുമാർ സാർ ദീർഘമായി പരിചയപ്പെടുത്തുകയും ചെയ്ത വളരെ സുപ്രധാനമായ ദൗത്യം നിശബ്ദം നിറവേറ്റിക്കൊണ്ടിരിക്കുന്ന എഴുത്തുകാരൻ കൂടിയായ ശ്രീ SD പ്രിൻസ്, മറ്റൊരു ആശംസാ ഭാഷകനായ ഡോക്ടർ ജേക്കബ് സാംസൺ. അദ്ദേഹത്തെ രാജീവ് കുമാർ സാർ പരിചയപ്പെടുത്തി. ബാലസാഹിത്യ രംഗത്തെ അദ്ദേഹത്തിൻ്റെ സംഭാവനകളെ ഊന്നിപ്പറഞ്ഞു. മഹാകാവ്യം ഉൾപ്പെടെ അദ്ദേഹം അടുത്ത കാലത്ത് ചെയ്ത സംഭാവനകൾ വിസ്മയം ജനിപ്പിക്കുന്നതാണ്. ഡോക്ടർ ജേക്കബ് സാംസൺ അവർകൾ ഒമാൻ ഒബ്സർവറിൽ നിന്ന് ഈ പരിപാടിയിൽ സംബന്ധിക്കാൻ ഇവിടെ എത്തിയിട്ടുള്ള ടോബിയുടെ സുഹൃത്തും സാഹിത്യകാരനും കൂടിയായ ശ്രീമാൻ സാമുവൽ കുട്ടി, ടോബിയുടെ കുടുംബാംഗങ്ങൾ, ഞങ്ങളുടെ സൗഹൃദത്തിലെ ധാരാളം അംഗങ്ങൾ, ഞങ്ങളെയൊക്കെ പഠിപ്പിച്ച കാട്ടാക്കര ക്രിസ്ത്യൻ കോളേജിലെ സെൽവരാജ് തപസ്സാറിനെ ഞാൻ പുറകിൽ കാണുന്നു. ഞങ്ങളുടെ നാട്ടിൽ ഉള്ള ധാരാളം സുഹൃത്തുക്കളുണ്ട്. പുതിയ തലമുറയിൽ ഏറെ ശ്രദ്ധേയനായിക്കൊണ്ടിരിക്കുന്ന, ഏറ്റവും പുതിയ തലമുറയിലെ ശ്രദ്ധേയ കവിയായ എൻ്റെ പ്രിയ വിദ്യാർത്ഥി ശ്രീ നിവിൻ കള്ളിക്കാടൻ ഉൾപ്പെടെ
ഈ വേദിയെ ചൈതന്യധന്യമാക്കുന്ന വിശിഷ്ട വ്യക്തികളെ, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു പുസ്തക പ്രകാശനം എന്നതിലുപരി ഒരു സുഹൃത്ത് സമാഗമം, കുടുംബ സംഗമം എന്നൊക്കെയുള്ള അനുഭവം ജനിപ്പിക്കുന്ന സമ്മേളനമാണ്. ടോബിയുടെ രണ്ടാമത്തെ കവിതാ സമാഹാരമാണ് ഇന്ന് പ്രകാശിതമാകുന്നത്. പരിധിയിൽ കൂടി വരുന്ന ആദ്യത്തെ പുസ്തകം, പരിധിയിൽ കൂടി ടോബിയുടെ ആദ്യ പുസ്തകമാണ് ഇന്ന് പുറത്തു വരുന്നത്. രാജീവ് കുമാർ സാർ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. എഴുത്തുകാരൻ ആയ ടോബിയെ ലോകത്ത് ആവിഷ്കരിക്കുന്നതിന് വേദിയായ, പ്രേരണയായ സ്ഥലത്തിൻ്റെ സവിശേഷതകളും വ്യക്തികളുടെ സംഭാവനകളും എല്ലാം ഈ വേദിയിൽ ഒത്തിണങ്ങിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. തലയൽ എന്ന മനോഹരമായ ഒരു ഗ്രാമപ്രദേശം, ബാലരാമപുരവും ആ പഞ്ചായത്തിൻ്റെ ചുറ്റുവട്ടത്തുള്ള മറ്റ് സ്ഥലങ്ങളും, അവിടുത്തെ അരനൂറ്റാണ്ട് കാലം മുൻപുള്ള വിദ്യാലയം, ഗ്രാമീണ അന്തരീക്ഷം, അവിടെ പഠിച്ചു വളർന്ന കൂട്ടുകാർ, പിന്നീട് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിൽ പോയി പഠിച്ച 2 വർഷക്കാലം, അത് കഴിഞ്ഞ് യൂണിവേഴ്സിറ്റി കോളേജിൽ വന്ന് 3 വർഷം ഒരുമിച്ച് പഠിച്ച സന്ദർഭം, ആ സന്ദർഭവുമായി ബന്ധപ്പെട്ട് ഉള്ള ആളുകൾ. പിന്നീട് ടോബി മാർവേനിയസ് കോളേജിൽ നിന്ന് ഇംഗ്ലീഷ് MA പാസ്സായി, ട്രെയിനിങ് കോളേജിൽ നിന്ന് അധ്യാപക പരിശീലന യോഗ്യത നേടി. അധ്യാപകനാകണം എന്ന ഉള്ളിൻ്റെ ഉള്ളിൽ അദ്ദേഹം ആഗ്രഹിച്ചു. അധ്യാപക ദമ്പതികളുടെ മകനാണ്. കുടുംബത്തിൽ വേറെയും അധ്യാപകരൊക്കെ ഉണ്ട്. പക്ഷേ അദ്ദേഹത്തെ പത്രപ്രവർത്തന മേഖല ആദ്യം തന്നെ ഏറ്റെടുത്തു. ഇന്ത്യൻ എക്സ്പ്രസിൽ ടോബിയുടെ ശ്രദ്ധേയമായ സാന്നിധ്യം ആ കാലത്ത് അനുഭവപ്പെടുത്താൻ അദ്ദേഹത്തിന് സാധിച്ചു. അത് കഴിഞ്ഞ് അദ്ദേഹം ഒമാൻ ഒബ്സർവറിൽ ജോലി ചെയ്തു. കോവിഡ് കാലവുമൊക്കെ അദ്ദേഹം അവിടെ അതിനെ അതിജീവിച്ച് ജോലി ചെയ്തിട്ടാണ് ഇവിടെ വന്നത്. കുട്ടിക്കാലത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കവിതയുമായിട്ടൊരു അഭിനിവേശം ശക്തമായി രൂപപ്പെട്ടിരുന്നു. ആ കാലത്ത് എഴുതുന്ന പല രചനകളും ഞങ്ങൾ പരസ്പരം കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അന്ന് അദ്ദേഹത്തിൻ്റെ രചനകൾ പ്രകാശിതമാകുന്ന സന്ദർഭത്തിൽ ആകാശവാണി, അതിലെ യുവവാണി ഒരു വേദിയായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ യൂണിവേഴ്സിറ്റി കോളേജിൽ ഡിഗ്രി കാലത്ത് ഒരു സാഹസമെന്ന മട്ടിൽ ചെയ്ത കയ്യെഴുത്ത് മാസിക ഫോർവേഡ് എന്ന പേരിൽ പ്രിൻസാണ് അതിൻ്റെ അണിയറ ശില്പിയായിട്ട് നിന്നത്. അതിൽ എഴുതിയ രചനകൾ ഒക്കെ ആയി. പിന്നീട് പല സൺഡേ സപ്ലിമെൻറ്റിലും ഒക്കെ അദ്ദേഹത്തിൻ്റെ കവിതകൾ അന്ന് വന്നിരുന്നു. പത്രപ്രവർത്തനം പോലെയുള്ള മേഖലകളിൽ എത്തിപ്പെടുന്ന എഴുത്തുകാർക്ക് പലപ്പോഴും അവരുടെ സർഗശേഷിയെ സ്വയം നിയന്ത്രിക്കേണ്ട ഒരവസ്ഥ വരാറുണ്ട് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. ടോബിക്കും ഒരുപക്ഷെ അങ്ങനെയുള്ള അനുഭവം വന്നു ചേർന്ന് കാണും. എങ്കിലും കവിതയുടെ ഉറവ വറ്റിപ്പോകാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം അദ്ദേഹം നിശബ്ദമായി നടത്തിക്കൊണ്ടിരുന്നു എന്നതിൻ്റെ തെളിവാണ് വരിതെറ്റിക്കുന്ന വാക്കുകളെന്ന ഈ പുസ്തകത്തിൽ ഉൾപ്പെടുന്ന കവിതകൾ. അത് ഏതാനും മാസങ്ങൾ, വർഷങ്ങൾ കൊണ്ട് മാത്രം എഴുതി പൂർത്തിയാക്കിയവയല്ല എന്ന് പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പല കാലങ്ങളിൽ എഴുതിയ കവിതകളിൽ നിന്ന് സവിശേഷമായ ഒരു നോട്ടത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ തിരഞ്ഞെടുപ്പിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടാണ് ഈ പുസ്തകം രൂപപ്പെട്ടിട്ടുള്ളത്. ഈ കവിതകളിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഗ്രാമജീവിതത്തിൻ്റെ സ്പന്ദനം നമുക്ക് വ്യക്തമായിട്ട് അനുഭവപ്പെടും. ആ ഗ്രാമീണ ജീവിതത്തിൻ്റെ സ്പന്ദനത്തെ ആ വിധത്തിലാക്കി മാറ്റുന്ന ധാരകളെക്കുറിച്ച്, അന്തർധാരകളെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഉൾക്കാഴ്ചകളുണ്ട്. പിന്നീട് അദ്ദേഹം കടന്നു ചെന്ന വിപുലമായ ജീവിത മേഖലകളിൽ അനുഭവിച്ച പലതിനെയും കുറിച്ചുള്ള നിരീക്ഷണങ്ങളും അവയിൽ നിന്നുണ്ടായ ഉൾക്കാഴ്ചകളും എല്ലാം സംയോജിപ്പിച്ചുകൊണ്ട് സവിശേഷമായ ഒരു ആഖ്യാന ശൈലിയിലാണ് ടോബിയുടെ രചനകൾ വന്നിട്ടുള്ളത്. ഇതിനെ സംബന്ധിച്ച് ഞാൻ ഇനി കൂടുതൽ പറയുന്നത് ആവശ്യം ഇല്ലാത്ത ഒരു കാര്യമാണ്. ഈ പുസ്തകത്തിൻ്റെ അവതാരിക എഴുതാനുള്ള അവസരം എനിക്ക് വന്നിട്ടുണ്ട്. പുസ്തകത്തെ വിലയിരുത്തിക്കൊണ്ട് അവതരിപ്പിച്ചുകൊണ്ട് ശ്രീമാൻ ടി യേശുദാസ് സംസാരിക്കും. അനിൽകുമാറും കവിയാണ്, അതുപോലെ തന്നെ നിരൂപകനും ആണ്. അതുകൊണ്ട് അവരുടെയൊക്കെ വാക്കുകളിൽ അത് നമുക്ക് കേൾക്കാം.
ആശംസാ ഭാഷണം നടത്തുന്നവരും കവിതയും നിരൂപണവുമൊക്കെ ഒന്നുപോലെ സമർത്ഥമായി നിറവേറ്റിക്കൊണ്ടിരിക്കുന്നവരാണ് എന്നതുകൊണ്ട് അവർക്കും ധാരാളം പറയാനുണ്ടാകും. ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഇത് ഒരു സുഹൃത്ത് സമ്മേളനത്തിൻ്റെ, കുടുംബ സംഗമത്തിൻ്റെ ധന്യത പകരുന്ന സായാഹ്നമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഏറ്റവും സന്തോഷത്തോടെ, അഭിമാനത്തോടെ, ആവേശത്തോടെ ഞാൻ ഈ പുസ്തക പ്രകാശനം എന്ന മഹത്തായ കർമ്മം നിറവേറ്റുന്നതിന് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദം തേടുകയാണ്. ശ്രീ ടോബി തലയലിൻ്റെ വരിതെറ്റിക്കുന്ന വാക്കുകൾ എന്ന പുസ്തകം ശ്രീ ഡി അനിൽകുമാറിന് കൊടുത്തുകൊണ്ടാണ് പ്രകാശിപ്പിക്കുന്നത്. പുസ്തകം ഏറ്റുവാങ്ങിയ കവി ഡി അനിൽകുമാറിനെ സംസാരിക്കാൻ ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, ടോബി തലയിൽ സാറിൻ്റെ വരിതെറ്റിക്കുന്ന വാക്കുകൾ എന്ന പുസ്തകം ഏറ്റുവാങ്ങിയതിൽ വലിയ സന്തോഷമുണ്ട്. രണ്ട് കാര്യങ്ങളിലാണ് ഇത് ആനന്ദം നൽകുന്നത്. ഒന്ന്, പ്രിയപ്പെട്ട അധ്യാപകൻ, മലയാളത്തിലെ ഏറെ ശ്രദ്ധേയനായിട്ടുള്ള നിരൂപകനും ഒക്കെ ആയിട്ടുള്ള എ ഉണ്ണികൃഷ്ണൻ സാറിൻ്റെ കയ്യിൽ നിന്ന് ഈ പുസ്തകം ഏറ്റുവാങ്ങി എന്നുള്ളതാണ്. ഞാനൊക്കെ MA കാര്യവട്ടം ക്യാമ്പസിൽ പഠിക്കുന്ന കാലത്ത് അപ്പുറത്ത് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിൽ സാറുണ്ടായിരുന്നു. മാത്രമല്ല സാറിൻ്റെ കൂടെയുള്ള ഒരുപാട് ഗവേഷകർ സുഹൃത്തുക്കളായി നിൽക്കുകയാണ്. അക്കാലത്ത് M മുകുന്ദൻ്റെ ഫോട്ടോ എന്ന് പറയുന്ന ഒരു കഥ ഞങ്ങൾക്ക് പഠിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ആ കഥ പഠിക്കുന്ന സന്ദർഭത്തിൽ ആ കഥയെ വായിക്കാനുള്ള ഒരു ശ്രമം ഞങ്ങൾ വിദ്യാർത്ഥികൾ പലരും നടത്തുമ്പോൾ, പക്ഷെ അതിനെപ്പറ്റി വളരെ ചിതയും ചിതാകാശവും എന്ന് പറയുന്നു, അതൊക്കെ പുസ്തകത്തിൻ്റെ പേര് ചിതയും ചിതാകാശവും എന്ന് പറയുന്ന ആ പുസ്തകത്തിനകത്ത് ആ ഫോട്ടോയെ, മുകുന്ദൻ്റെ ഫോട്ടോ എന്ന് പറയുന്ന കഥയെ നന്നായി പഠിക്കുന്ന ഒരു പഠനം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതാണ് എഴുതിയത് എ ഉണ്ണികൃഷ്ണൻ സാറാണ്. സത്യത്തിൽ മലയാള നിരൂപണത്തിൽ ഇത്രയും സൂക്ഷ്മദൃക്കായി നിന്ന് കാര്യങ്ങൾ അന്വേഷിക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്നതാണ് ഞങ്ങളുടെ അധ്യാപകൻ. ഞങ്ങളുടെയൊക്കെ അധ്യാപകൻ എന്നുള്ളൊരു അഭിമാനമൊക്കെ അന്ന് തോന്നിയിട്ടുണ്ട്. അതാണ് ഒരുപക്ഷെ ഈ പുസ്തകം പ്രിയ ഗുരുസ്ഥാനീയനായ സാറിൻ്റെ കയ്യിൽ നിന്ന് ഏറ്റുവാങ്ങിക്കുമ്പോൾ തോന്നുന്നത്. രണ്ടാമത്, ടോബി സാറിൻ്റെ പുസ്തകം ഏറ്റുവാങ്ങിയതിൻ്റെ ഒരു സന്തോഷം. 2.5 കൊല്ലം മുമ്പാണ് ഞാൻ സാറിനെ പരിചയപ്പെടുന്നത്. സാറിൻ്റെ ആദ്യ പുസ്തകം പ്രകാശനം ചെയ്യുന്ന സന്ദർഭത്തിൽ, ഉറങ്ങാത്ത ജനാല എന്ന കവിതാ സമാഹാരം. പക്ഷേ അദ്ദേഹത്തിൻ്റെ കവിതകൾ പിന്നീട് വായിക്കുമ്പോൾ മനസ്സിനകത്തോട്ട് തെളിഞ്ഞു വരുന്നൊരു കാര്യമുണ്ട്. ഇപ്പൊ 90കളിൽ മലയാള കവിതയ്ക്കകത്ത് വലിയൊരു വിച്ഛേദം സംഭവിച്ചിട്ടുണ്ട്. മലയാള കവിത ആധുനികതയുടേതായിട്ടുള്ള രൂപങ്ങളെ, ആഖ്യാന സന്ദർഭങ്ങളെ, പ്രമേയ പരിചരണത്തെ ഒക്കെ തന്നെ കൊഴിച്ചു കളഞ്ഞുകൊണ്ട് പുതിയൊരു വിധാനത്തിലേക്ക് സഞ്ചരിക്കുകയുണ്ടായി. പക്ഷെ 90കളിലെ കവിതയിൽ നമ്മൾ പലപ്പോഴും ചില കവികളെ അടയാളപ്പെടുത്തും, പ്രതിനിധാനപരമായ ചില കവികളെ അടയാളപ്പെടുത്തും. ചില കവികൾ കാവ്യഭാഷയിൽ സൃഷ്ടിച്ച പൊളിച്ചെഴുത്തുകളുടെ അടിസ്ഥാനത്തിൽ അടയാളപ്പെടുത്തും. പക്ഷെ 90കളുടെ ഒരു കാവ്യ സ്വഭാവത്തിൽ കവിതയിൽ മാറ്റിയെഴുത്തുകൾ നടത്തിയിട്ടും അടയാളപ്പെടാതെ പോയ ചില കവികളുണ്ട്. എനിക്ക് തോന്നുന്നു അവരെ 90കളുടെ ഭാവനയിൽ അവർ നിൽക്കുകയും പക്ഷേ നമ്മൾ അടയാളപ്പെടുത്തുന്നതിൽ നിന്ന് തിരസ്കൃതരായി പോവുകയും ചെയ്ത കുറേയേറെ കവികൾ. പക്ഷെ ഫസ്റ്റ് ലെയറിൽ കുറേ കവികളെ നമ്മൾ നിർത്തും, അവരുടെ കവിതകൾ പഠിക്കും. പക്ഷെ അവരോളം തന്നെ കവിതയിൽ മാറ്റങ്ങൾ വരുത്തിയ കവികൾ ചിലപ്പോൾ ശ്രദ്ധിക്കപ്പെടാതെ പോകും. അങ്ങനെയുള്ള കുറച്ച് കവികൾ പലപ്പോഴും എൻ്റെ വായനയിൽ മുന്നിലേക്ക് എത്താറുണ്ട്, വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കാറുണ്ട് അത്തരം ചില കവികളെ. ഈ ടോബി സാറിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. സത്യത്തിൽ ടോബി തലയിൽ എന്ന് പറയുന്ന ഒരു കവി
മുന്നേ എഴുതിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ 2 കവിതാ സമാഹാരവും അദ്ദേഹം ഇറക്കുന്ന സന്ദർഭത്തിൽ പ്രസക്തമാണ്. പക്ഷെ 90കളിൽ കാവ്യഭാഷയെ പൊളിച്ചെടുക്കുന്ന രീതിയിൽ സൃഷ്ടിച്ചിട്ടുള്ള വലിയൊരു മാറ്റത്തിന്റെ നിദർശനം കൂടി നമുക്ക് കാണാൻ കഴിയുന്ന ഒന്നാണ് അദ്ദേഹത്തിന്റെ 2 കവിതാ സമാഹാരം എന്ന് പറയുന്നത്. അതിൽ ഉറങ്ങാത്ത ജനാല എന്ന് പറയുന്ന കവിതാ സമാഹാരത്തിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായി നിൽക്കുന്നു. 2ാമത്തെ കവിതാ സമാഹാരമായിട്ടുള്ള വരിതെറ്റിക്കുന്ന വാക്കുകൾ എന്ന് പറയുന്ന ഈ പുസ്തകം. അപ്പൊ കവിതയെക്കുറിച്ച് പലർക്കും പലതരത്തിലുള്ള അഭിപ്രായമുണ്ട്. പ്രത്യേകിച്ച് കവികൾ അവരുടെ കവിതാ പുസ്തകത്തിന്റെ ആമുഖത്തിൽ അവർ കവിതയെക്കുറിച്ചുള്ള അഭിപ്രായം രേഖപ്പെടുത്തും, അല്ലെങ്കിൽ അവർ മറ്റാർക്കെങ്കിലും കൊടുക്കുന്ന അഭിമുഖങ്ങളിൽ അത് രേഖപ്പെടുത്തും, അല്ലെങ്കിൽ അവർ ഓർമ്മയുടെ രൂപത്തിൽ എഴുതുന്ന പുസ്തകങ്ങളിൽ അത് രേഖപ്പെടുത്തും, അല്ലെങ്കിൽ കവിതയുടെ രൂപത്തിൽ തന്നെ കവിതയെക്കുറിച്ചുള്ള അവരുടെ ധാരണയെ അവർ രേഖപ്പെടുത്തി വെക്കാറുണ്ട്. ഇപ്പൊ ടോബി സാറ് അദ്ദേഹത്തിന്റെ ഈ വരിതെറ്റിക്കുന്ന വാക്കുകൾ എന്ന് പറയുന്ന പുസ്തകത്തിന്റെ തുടക്കത്തിൽ അദ്ദേഹത്തിന്റെ കവിതയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: എന്തിലും ഞാൻ കവിതയുടെ മാന്ത്രികത തിരയുന്നതെന്ന്. കവിതയുടെ മാന്ത്രികതയാണ് എന്തിലും തിരയുന്നത്. സാധാരണത്വത്തിന്റെ ക്യൂബിൽ നിൽക്കാൻ കൂട്ടാക്കാത്ത കവിതയോടാണെന്നും എനിക്ക് മമത എന്നാണ്. അന്നത്തെ കവിത അസാധാരണമായിരിക്കണം എന്ന് പറയുന്നു. അടുത്തത് അദ്ദേഹം പറഞ്ഞ അർത്ഥങ്ങളുടെ അതിരുകൾ ഭേദിച്ച് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്ന വാക്കുകളാകണം അത് എന്ന് ഞാൻ ആഗ്രഹിക്കാറുണ്ട്. അപ്പൊ 2 കാര്യം: ഒന്ന്, വെറുതെ പറഞ്ഞാൽ പോരാ, വളരെ മാന്ത്രികമായിരിക്കണം. 2, സാധാരണയല്ല, അസാധാരണത്വം നിറഞ്ഞതായിരിക്കണം. 3, അദ്ദേഹം പറയുന്നത് ഏതെങ്കിലും തൃപ്തപ്പെടുത്തുന്ന ഒരു അർത്ഥത്തിൽ അതിങ്ങനെ നിൽക്കാൻ പാടില്ല, അർത്ഥത്തിന്റെ അതിരുകളെ ഭേദിച്ചു പോകുന്ന ഒന്നായിരിക്കണം കവിത എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അത് കവിതയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടാണ്. സത്യത്തിൽ ആ കാഴ്ചപ്പാട് അന്വർത്ഥമാക്കുന്ന രീതിയിലാണ് അദ്ദേഹം കവിതാ പുസ്തകത്തിന് ശീർഷകം കൊടുത്തിരിക്കുന്നത്. വരി തെറ്റിക്കുന്ന വാക്കുകളാണ്. അത് വരിയെ അനുസരിച്ച് പോകുന്ന വാക്കല്ല, വരി തെറ്റിക്കുകയാണ്. അത് വരിയിലൊരു കുതറലുണ്ട്, വ്യവസ്ഥാപിതത്വത്തോടുള്ള ഒരു കുതറല്, ഒരുപക്ഷെ തനിക്ക് മുമ്പേയുള്ള കാവ്യശീലങ്ങളോടുള്ള ഒരു കുതറല്, അല്ലെങ്കിൽ ഈ നിലനിൽക്കുന്ന ജീവിതത്തെ തന്നെ കീഴ്മേൽ മറിച്ച് മുന്നോട്ട് പോകാൻ വെമ്പി നിൽക്കുന്ന തരത്തിലുള്ള ഒരു കുതറല്. അതായത് പലതരത്തിലുള്ള കുതറലുകളെ ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്ന ഒന്നാണ് വരി തെറ്റിക്കുന്ന വാക്ക്. വരി അനുസരിക്കുകയല്ല, വരി തെറ്റിക്കുന്ന വാക്ക് എന്ന് പറയുന്നത്. 2ാമത് അദ്ദേഹം പറയുന്നത് ഇതിലൊരു അസാധാരണത്വവും അസ്വാഭാവികതയും ഈ കവിതയ്ക്കകത്ത് ഉണ്ടാകണം എന്നുള്ളതാണ്. അത് അതിന്റെ സ്വാഭാവികത എന്ന് പറയുന്ന ഒരു കവിത. ആ സ്വാഭാവികത എന്ന് പറയുന്ന കവിത വായിക്കുമ്പോൾ അതിനകത്ത് ഇപ്പൊ വാക്കുകൾ കൊണ്ട് മുറിവേറ്റ മനുഷ്യരുടെ മരണത്തെയാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പൊ വാക്കുകൾ കൊണ്ട് മുറിവേറ്റ മനുഷ്യരുടെ മരണം ശാന്തമായിരിക്കും, അതിന് അസ്വാഭാവികത ഉണ്ടാവത്തില്ല. ഇപ്പൊ അത് ഈ ഇതിനെഴുതിയ അവതാരികയ്ക്കകത്ത് ഉണ്ണികൃഷ്ണ സാർ അതിന് അപമൃത്യു എന്ന് പറയുന്നുണ്ട്. അപമൃത്യു പോലെ ആയിരിക്കില്ല അതെന്ന് പറയുന്നത് സാധാരണ പോലെ ഒരു മരണമായിരിക്കും. സ്റ്റൗ പൊട്ടിത്തെറിച്ച് മരിച്ച ആളുടെ മരണം പോലെ ആയിരിക്കില്ല, സർപ്പദംശനമേറ്റ് മരിച്ച ആളുടെ മരണം പോലെ ആയിരിക്കില്ല. പക്ഷേ വാർദ്ധക്യ സഹജമായ അസുഖത്താൽ അതിസാധാരണമായി മരിച്ച മനുഷ്യന്റെ മരണം പോലെ ആയിരിക്കും അത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതെന്ന് പറയുന്നത് ഒരു സാധാരണമാണ്. പക്ഷെ ആ സാധാരണതയിൽ കവിഞ്ഞു നിൽക്കുന്ന ഒരുപക്ഷെ അസാധാരണത്വം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു തലം അതിനകത്ത് ആ കവിതയ്ക്കകത്ത് ഉണ്ട് താനും. അതാണ് അദ്ദേഹം തുടക്കത്തിൽ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ കവിതയുടെ വഴി, അദ്ദേഹത്തിന്റെ കവിതയുടെ വഴിയെ കൃത്യമായി അടയാളപ്പെടുത്തി തരുന്ന അത് ശീർഷകവും ഒരു കവിതയുമാണ് ഞാനിവിടെ പറഞ്ഞത്. 2, ഇദ്ദേഹത്തിന്റെ കവിതയെ ഈ പുസ്തകത്തെ മുൻനിർത്തിക്കൊണ്ട് നമുക്ക് പല അടരുകളായിട്ട് കാണാൻ സാധിക്കും. 1, ഈ കവിത അതിന്റെ രൂപത്തിൽ പുലർത്തുന്ന പലതരത്തിലുള്ള വ്യതിരിക്തതകളാണ്, ഫോമിൽ വരുത്തുന്ന മാറ്റം. അത് ഒന്നെന്ന് പറയുന്നത് ഇപ്പോ ഗദ്യ സ്വഭാവത്തിലെ കുറച്ച് കവിതകളുണ്ട്, ഇപ്പം പദ്യബന്ധിതമായി നിൽക്കുന്ന കുറച്ച് കവിതകളുണ്ട്, ഒപ്പം തന്നെ കവിതയുടെ ചെറുരൂപം എന്ന് വിശേഷിപ്പിക്കാവുന്ന കുറച്ച് കവിതകൾ ഇതിനകത്തുണ്ട്. അപ്പൊ ഗദ്യം എന്ന് പറയുമ്പോൾ ആ ഗദ്യം 2 തരത്തിലാണ് അതിന്റെ കവിതയ്ക്കകത്ത് വരുന്നത്. ഒന്ന്, ഇപ്പൊ ഉത്തരാധുനികതയുടെ രീതിയിൽ വളരെ മിതവും സൂക്ഷ്മവുമായ തലത്തിൽ നിൽക്കുന്ന ഒരു ഗദ്യം, ഒപ്പം തന്നെ ആധുനികതയുടെ രീതിയിൽ സ്ഥൂലവും ഈ പ്രഭാഷണപരതയോടുകൂടി നിൽക്കുന്ന ഗദ്യം. ഇപ്പൊ വരി തെറ്റിക്കുന്ന വാക്കുകൾ എന്ന് പറയുന്ന ആ കവിത ഈ ആധുനികതയുടെ ഒരു സ്ഥൂല ഗദ്യ സ്വഭാവത്തിലാണ് നിൽക്കുന്നത് ആ കവിത എന്ന് പറയും. ഇങ്ങനെ ഗദ്യത്തിൽ തന്നെ 2 തരത്തിലുള്ള ഫോം അദ്ദേഹം അവിടെ തിരയുന്നുണ്ട്. അപ്പൊ പദ്യത്തിലേക്ക് വരുമ്പോൾ ഇപ്പൊ ഒരു സിംഹക്കെണി എന്ന് പറയുന്ന ഒരു കവിത, അത് പദ്യത്തിലാണ്, പക്ഷെ അതൊരു നാടോടി കഥാ മട്ടിലാണ് അത് ആ കവിതയുടെ രൂപം വരുന്നത്. 2ാമത് എന്ന് പറയുമ്പോൾ അതിനകത്ത് ശലഭങ്ങൾ ഉണ്ടാകുന്നത് എന്ന് പറയുന്ന ഒരു കവിത, അത് പദ്യത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. പദ്യത്തിന്റെ നേർത്ത സ്വഭാവത്തിൽ ആദ്യ വായനയിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന സങ്കീർണതകളിലേക്ക് നമ്മളെ കൊണ്ടുപോകാത്ത തരത്തിലുള്ള ഒരു പദ്യമായി അതിങ്ങനെ നിൽക്കുന്നു. 3ാമത്തതാണ് കവിതയുടെ ചെറുരൂപം. കവിതയുടെ ചെറുരൂപം നമുക്കറിയാം, ലോകത്തെമ്പാടും തന്നെ ഉണ്ടായിട്ടുള്ള ഇപ്പൊ ഗ്രീക്കിലെ എപ്പിഗ്രാം പോലെയുള്ള, അല്ലെങ്കിൽ വെൽഷ് എൻഗ്ലൈൻ പോലെയുള്ള, അല്ലെങ്കിൽ ജാപ്പനീസ് ഹൈക്കു പോലെയുള്ള
അത് ഇന്ത്യയിലേക്ക് വരുമ്പോഴത്തേക്ക് ദിഗംബര കവിത, ധ്യാന കവിത, കാർട്ടൂൺ കവിത, കേരളത്തിലേക്ക് വരുമ്പോൾ നഗ്ന കവിത അല്ലെങ്കിൽ അകവിത പോലെയുള്ള കവിതയുടെ ഇത്തരം കുറും കവിത എന്നൊക്കെ വിളിക്കുന്ന കവിതയുടെ ചെറിയ രൂപങ്ങൾ അദ്ദേഹം പരീക്ഷിക്കുന്നുണ്ട്. അപ്പൊ നോക്കുമ്പോൾ ഒന്ന് ഗദ്യ ഫോമിൽ നിൽക്കുന്നു, മറ്റൊന്നെന്ന് പറയുമ്പോൾ പദ്യ ഫോമിൽ നിൽക്കുന്നു, പിന്നെ കവിതയുടെ ചെറു രൂപങ്ങളെന്ന് വിശേഷിപ്പിക്കാവുന്ന ഫോമിൽ ഇതിലെ കവിതകൾ നിൽക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ വരുന്ന കവിത, ഈ ചെറു രൂപത്തിൽ നിൽക്കുന്ന കവിതയ്ക്ക് അദ്ദേഹം ഒരു ശീർഷകം കൂടെ ചില നിർവചനങ്ങൾ എന്നാണ്. അപ്പൊ കുറെ കൂടി സൂക്ഷ്മമാണ്. ഡിഫൈൻഡ് പോയിട്രി എന്ന് പറയുന്ന കവിതയെ നിർവചിക്കുന്ന കവിതകളായി അത് മാറുകയാണ്. അപ്പൊ അത് ആ കവിതയിലെ ചില കാര്യങ്ങൾ ഇപ്പൊ ഒരു കവിത ആകാശം എന്നാണ്. അപ്പൊ ആകാശത്ത് അദ്ദേഹം ഇങ്ങനെ നിർവചിക്കുകയാണ്. ആകാശത്തിന്റെ നിർവചനം ഉയരത്തിലേക്ക് പക്ഷികൾ കൊത്തിപ്പറിക്കും നീല വിരിപ്പ് എന്നാണ് ആകാശത്തെ നിർവചിക്കുന്നത്. രണ്ടാമത്തെ നിർവചനം എന്ന് പറയുന്നത് അഹിംസയുടെ നിർവചനമാണ്. അഹിംസ ഓങ്ങി അടിക്കാനാവാത്തതിന്റെ ഖേദം താങ്ങി നിൽക്കുന്ന ഒരു വടി എന്നാണ്. സർക്കാസമുണ്ട്, ഒരു ഐറണി ഉണ്ട് അതിനകത്ത്. ഇപ്പൊ ഓങ്ങി അടിക്കാൻ ഉള്ള ഒരു അടി കൊടുക്കണമെന്നുണ്ട്, പക്ഷെ അത് ആവാത്തതിന്റെ ഒരു ദുഃഖം ഇങ്ങനെ താങ്ങി നിൽക്കുന്ന ഒരു വടി എന്ന് പറഞ്ഞ അഹിംസയിൽ നിൽക്കുന്നു. അത് ഒരു റെഫറൻസ് കൂടിയാണ്. ഗാന്ധിയിലേക്ക് പെട്ടെന്ന് പോകും. വടി കൂടി ആകുമ്പം ഗാന്ധിയിലേക്ക് പോകും. വെറും അഹിംസ എന്ന പദമാണെങ്കിൽ അത് കുറെ കൂടി ദൂരം വിട്ടിട്ട് ബുദ്ധനിലേക്ക് പോകും. കുറെ കൂടി നാം അതിനെ ഡിബേറ്റബിളായി പരിശോധിക്കുമ്പോൾ അത് ജൈന രാമായണത്തിൽ ഭൗമ രാമായണം എന്ന് വിശേഷിപ്പിക്കുന്ന ജൈന രാമായണത്തിലേക്ക് അത് പോകും. അങ്ങനെ റെഫറൻസ് കൂടിയായി നിൽക്കുന്ന അഹിംസ എന്ന് പറയുന്ന ഒരു രൂപം അതിനകത്ത് വരുന്നത്, അതിന്റെ നിർവചനം. മറ്റൊന്ന് ജീവിതം, റീടേക്ക് ഇല്ലാത്ത സീനുകൾ ചേർന്ന ഒരു സിനിമ എന്നാണ് വ്യക്തം. ജീവിതം എന്ന് പറയുമ്പോൾ ഒരു റീടേക്കും ഇല്ലാത്ത ഒരു സിനിമ പോലെയുള്ള ഒന്നാണ് ജീവിതം എന്ന് പറയുന്നത്. മറ്റൊന്ന് അദ്ദേഹം പറയുന്നത് ദൈവം ആരെന്നാണ്. ഒറ്റ ടേക്കിൽ എല്ലാ സീനും ഓക്കെ ആക്കി പാക്കപ്പ് പറയുന്ന ഒരു സംവിധായകനാണ്. ആ പദഘടന എങ്ങനെയാണ് പുതുക്കുന്നതെന്ന് ഒറ്റ ടേക്കിലെല്ലാം എടുത്തിട്ട് ടേക്കപ്പ് പറയുന്ന ഒരു സംവിധായകനായി അദ്ദേഹം ഈ ദൈവത്തെ അവതരിപ്പിക്കുകയാണ്. ആ രീതിയിൽ ഈ കവിത ഇങ്ങനെ നിർവചിച്ചു പോകുന്നത്. പക്ഷെ ഇതേ ചെറുരൂപം തന്നെ നിർവചിക്കാത്ത രീതിയിൽ ഇതിനകത്തുണ്ട്. ഇപ്പൊ ഇത് ഒരു കവിതയുടെ പേര് പൂങ്കുറൽ എന്നാണ്. ഈ പൂങ്കുറൽ എന്ന് പറയുന്ന കവിത നമ്മളെ പെട്ടെന്ന് തിരുക്കുറലിനെ ഓർമ്മിപ്പിക്കും. തിരുക്കുറൽ അകറ മുകറ എഴുത്തെല്ലാം ആദി ഭഗവൻ മുതற்றേ ഉലക് എന്നാണ് തിരുക്കുറൽ പറയുന്നത്. തിരുക്കുറലിന്റെ ഓരോരോ ശ്ലോകം എടുത്തിട്ടാണല്ലോ നമ്മൾ തിരുക്കുറലിനെ വ്യാഖ്യാനിക്കുന്നത്, അതിന്റെ ദാർശനിക ഗരിമയെ നമ്മൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നത്. ഈ കവിത എന്ന് പറയുന്നത് ആ രീതി ഇപ്പം കാറ്റു തുറന്നു വായിക്കുന്നുണ്ടാവണം, പൂമ്പാറ്റയ്ക്ക് ഞാൻ കൊടുത്തയക്കും പ്രണയ ലേഖനം, അല്ലെങ്കിൽ ഇത്ര സുഗന്ധം എങ്ങനെ എന്നാണ് പറയുന്നത്. ഒരൊറ്റ ചെറിയ എഴുതുകൾ, പക്ഷെ അതൊരു വലിയ കവിത, അദ്ദേഹം എഴുതാത്തൊരു വലിയ കവിതയിൽ നിന്ന് ചീന്തിയെടുത്ത ഒരു ചെറിയ ഭാഗം പോലെ. നമ്മളെ തിരുക്കുറലിൽ നിന്ന് ചില ഭാഗങ്ങൾ ഇങ്ങനെ ദാർശനിക ഗരിമയ്ക്ക് വേണ്ടി ഇങ്ങനെ ഉദ്ധരിക്കുന്നത് പോലെ അദ്ദേഹം എഴുതാത്ത വലിയൊരു കവിതയിൽ നിന്ന് ഒരു ചെറു ഭാഗം ചീന്തിയെടുക്കുന്നത് പോലെ പെട്ടെന്ന് നമുക്ക് അതിന്റെ വായനയിൽ അനുഭവപ്പെടും. അതാണ് ഈ ചെറു രൂപം, ആ കവിതയുടെ ചെറു രൂപം നമ്മുടെ മുന്നിലേക്ക് വെക്കുന്ന സൗന്ദര്യം എന്ന് പറയുന്നത്. മറ്റൊന്ന് ഞാൻ എന്ന് പറയുന്ന കവിതയാണ്. ഇത് കവിതയുടെ ഒരു ചെറു രൂപം തന്നെയാണ്. അദ്ദേഹം ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഞാൻ എന്നാണ് ടൈറ്റില്, പക്ഷെ അദ്ദേഹം 4 ഭാഗമായി എഴുതിയിരിക്കുന്ന ഒരു ഹൈക്കുവാണ്. ഞാൻ എന്ന് പറയുന്ന ആ കവിതയിൽ ആദ്യത്തെ വരി എടുത്തു കളഞ്ഞാൽ അദ്ദേഹം എഴുതിയിരിക്കുന്ന ഇങ്ങനെ, ഞാൻ എന്നതിന്റെ ഒരു നിർവചനമാണ്, അല്ലെങ്കിൽ ഞാൻ ആരാണ് എന്നതിന്റെ ഉത്തരമാണ്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ വായിക്കാൻ ചിതൽ കൊതിക്കും പുസ്തകം എന്നാണ്. അപ്പൊ ഞാൻ എടുത്ത് മാറ്റുക, വായിക്കാൻ ഒരു വരി, ചിതൽ കൊതിക്കും രണ്ടാമത്തെ വരി, പുസ്തകം മൂന്നാമത്തെ വരി, ഒരു ഹൈക്കുവായി. എന്നിട്ട് വീണ്ടും അദ്ദേഹം അത് ഞാൻ പറയാണ്, ഞാൻ എന്ന് പറയുന്നില്ല, അവിടെ പറയുന്നത് പടരാൻ തീ തിരയും വിറക്, ഒറ്റ കവിതയാണ്, പക്ഷെ അതൊരു ഹൈക്കോണ്. പടരാൻ ഒരു വരി, തീ തിരയും രണ്ടാമത്തെ വരി, വിറക് മൂന്നാമത്തെ വരി, ഹൈക്കോണ്. വീണ്ടും അത് അങ്ങനെ തന്നെ വീണ്ടും പോവാണ്. മായ്ക്കാൻ കടൽ കൈനീട്ടും പേര്, മായ്ക്കാൻ ഒരു വരി, കടൽ കൈനീട്ട് രണ്ടാമത്തെ വരി, പേര് മൂന്നാമത്, ഹൈക്കോണ്. അപ്പൊ ഒരു കവിതയുടെ സ്ട്രക്ചർ മുഴുവനും നിൽക്കുന്നു. അതിനെ നമ്മൾ പകുത്ത് വായിക്കുമ്പോൾ അത് ഹൈക്കുവായി മാറുന്നു എന്ന് പറയുന്ന ആ ചെറു രൂപത്തിൽ തന്നെ ആ ഫോമിൽ ഉണ്ടാക്കുന്ന വേറൊരു തരത്തിലുള്ള ഒരു എന്താ പറയുക, ഒരു അഴിച്ചു പണിയൽ അത് ഈ കവിതയ്ക്കകത്ത് കിട്ടുന്നുണ്ട്. അങ്ങനെ ആ ഫോമിന്റെ രീതിയിൽ തന്നെ ആ കവിതയിൽ ഒരുതരം പുതുമ പെട്ടെന്ന് കിട്ടുന്നുണ്ട്. രണ്ടാമത്തേന്ന് പറയുമ്പോൾ അനേക പാഠങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന കവിതകളുടെ സ്വഭാവം അതാണ്. അത് ഇൻഫിനിറ്റി ടെക്സ്റ്റുകളായിരിക്കും. ഇപ്പൊ കൃതിയെ പറ്റിയും പാഠത്തെ പറ്റിയും റോൺ ബാർത്തസ് പറയുന്ന സന്ദർഭത്തിൽ പറയുന്ന ഒരു കൃതി എന്ന് പറയുന്ന പുസ്തകമാണ്. അതായത് ഒരു കവിത, ഒരു കൃതി, പക്ഷെ അതിനെ എടുത്ത് നിങ്ങൾ ഓരോരുത്തരും വായിക്കുമ്പോൾ അതൊരു പാഠമായി മാറും. ഞാൻ വായിക്കുമ്പോൾ ഒരു പാഠം, യേശുദാസ് സാർ വായിക്കുമ്പോൾ ഒരു പാഠം, ഉണ്ണി സാർ വായിക്കുമ്പോൾ വേറൊരു പാഠം, അങ്ങനെ പാഠമായി അത് മാറും. അപ്പൊ ഇങ്ങനെയൊക്കെ ഇൻഫിനിറ്റി ടെക്സ്റ്റ്, അനന്തമായ പാഠങ്ങൾ കവിതയ്ക്കകത്ത്, അങ്ങനെ അനേകം പാഠങ്ങൾ ഇതിന്റെ കവിതയ്ക്കകത്തുണ്ട്. ഇപ്പൊ ഒരു ഉദാഹരണം, കാഴ്ച എന്ന് പറയുന്ന കവിത, അതിനെപ്പറ്റി ഉണ്ണികൃഷ്ണ സാർ എഴുതുമ്പോൾ പറയുന്നുണ്ട്. ഇപ്പൊ അത് ഒരു പൂർവ്വ പാഠത്തെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അത് എഴുത്തച്ഛന്റെ ഇതാണ്. ചക്ഷുശ്രവണ ഗളസ്തമാം ദുർദുരം
ഭക്ഷണത്തിന് അപേക്ഷിക്കുന്ന പോലെ കാലാഹീന പരിഗ്രസ്തമാം ലോകവും ആലോല ചേതസ ഭോഗങ്ങൾ തേടുന്നു എന്ന് പറയുന്ന എഴുത്തച്ഛന്റെ വരിയാണ്. അതായത് ഒരു പാമ്പിന്റെ വായിൽ അകപ്പെട്ടിരിക്കുന്ന ഒരു തവള മരണത്തിന് തൊട്ട് മുമ്പുള്ള നിമിഷം ഈ പ്രകൃതിയെ കുറെ കൂടി സൂക്ഷ്മമായി നോക്കിക്കാണുന്ന, ആ പ്രകൃതിയെ അന്നേ വരെ കാണാത്ത രീതിയിൽ അത് കണ്ണുകൊണ്ട് കുറെ കൂടി വികസിതമാക്കി കാണുന്ന ഒന്നാണ് ഈ കവിതയിലെ ഇതിവൃത്തം എന്ന് പറയുന്നത്, പ്രമേയം എന്ന് പറയുന്നത്. അപ്പൊ അത് സ്വാഭാവികമായിട്ട് എഴുത്തച്ഛൻ പറയുന്ന പോലെ ഈ പാമ്പിന്റെ വായിലിരിക്കുന്ന ഒരു തവളയുടെ ഒരു രൂപം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും. പക്ഷെ സമകാലികതയിലേക്ക് വരുമ്പോൾ ആഗോളവൽക്കരണം വിടുങ്ങാൻ ശ്രമിക്കുന്ന ഒരു അപരവൽകൃത മനുഷ്യന്റെ രൂപം, അതൊരു തവളയും ആഗോളവൽക്കരണം ഈ സർപ്പവുമായി മാറും. പിന്നെ നോക്കുമ്പോ നഗരം ഇങ്ങനെ നഗരവൽക്കരണം നടക്കുന്ന, നഗരം പെട്ടെന്ന് വിഴുങ്ങുന്ന ഗ്രാമങ്ങളുടെ സ്വഭാവം അതിനകത്ത് വരുന്നു. പുരുഷൻ വേട്ടയാടുന്ന സ്ത്രീയുടെ രൂപമായി അത് ചിലപ്പോൾ മാറും. ചിലപ്പോൾ അത് ഇങ്ങനെ ഈ ജയിലിൽ അടയ്ക്കപ്പെട്ട കുറ്റവാളികളുടെ മേൽ ഭരണകൂടത്തിന്റെ മർദ്ദന ഉപകരണങ്ങൾ പോലീസുകാർ പുലർത്തുന്ന ഒരു ചാപ്പ പോലെ അതിങ്ങനെ മാറും അതിന്റെ വായന. ആ കുറച്ചുകൂടി കഴിയുമ്പം സ്വാതന്ത്ര്യത്തിന് മേൽ മേധാവിത്വം പുലർത്തുന്ന അസ്വാതന്ത്ര്യത്തിന്റെ ഒരു രൂപമായി അതിങ്ങനെ മാറും. അങ്ങനെ ആ കവിത എന്ന് പറയുന്നത് സമകാലികതയിൽ വരുമ്പോൾ ഇങ്ങനെ പലതരത്തിലേക്കുള്ള വായന പാഠങ്ങളായി അതിങ്ങനെ മാറും. അപ്പൊ ഒരു കാഴ്ച പല കാഴ്ചപ്പാടുകളായി സമകാലികതയിൽ ഇങ്ങനെ മാറുന്നത്. മറ്റൊന്ന് അതിന് ആത്മീയ വായന കൂടിയുണ്ട്. ആ സ്വാഭാവികമായിട്ട് ആ കവിതയ്ക്കകത്ത് നിൽക്കുന്ന തവള, സർപ്പത്തിന്റെ വായിൽ അകപ്പെട്ട തവള മരിക്കുന്നതിന് മുമ്പ് അതിന് ജീവിതത്തോടുള്ള ആസക്തി വല്ലാതെ അതിനകത്ത് കാണുന്നുണ്ട്. അപ്പൊ നീ ഇന്നേ വരെ ഈ കാഴ്ചകളൊന്നും നീ കണ്ടിട്ടില്ലേ എന്നാ സർപ്പം ചോദിച്ചുകൊണ്ടാണ് അത് അതിന്റെ പൊത്തിലേക്ക് മടങ്ങുന്നു. പതിയെ ഒരു ഇരുൾ വന്ന് ആ തവളയെ മൂടുന്നു. അപ്പൊ മരണത്തിന് മുമ്പ് ജീവിതത്തോട് തോന്നുന്ന വല്ലാത്തൊരു അഭിനിവേശത്തിന്റെ തലം കൂടി ആ കവിതയ്ക്കകത്ത് നമുക്ക് കണ്ടെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇതുപോലെ അദ്ദേഹത്തിന്റെ ഒരു കവിതയാണ് കുഞ്ഞാട് എന്ന് പറയുന്ന ഒരു കവിത. ആ കുഞ്ഞാട് എന്ന് പറയുന്ന കവിത കിടക്കുന്നത് ഒരു ബിബ്ലിക്കൽ സ്ട്രക്ചറിലാണ്. അതിനൊരു ബൈബിളിനോട് ഒരു ബന്ധമാണ്. അതിന്റെ ഭാഷയിൽ മുഴുവൻ ബൈബിൾ ഇങ്ങനെയുണ്ട്. ബൈബിളിന്റെ ഭാഷ ഇങ്ങനെ വല്ലാതെ അത് പിന്തുടരുന്നുണ്ട്. പക്ഷെ ആ കവിതയ്ക്കകത്തും ഇങ്ങനെ ഒരു മൾട്ടി ഡയമെൻഷണൽ റീഡിങ്ങിലേക്ക് പോകാൻ കഴിയുന്ന ഒരു കവിതയായി നമ്മുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അത് പ്രത്യേകിച്ച് അത് ഓർമ്മിപ്പിക്കുന്നത് ഇപ്പൊ 23-ാം സങ്കീർത്തനം, കർത്താവാണ് എന്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. പച്ചയായ പുൽത്തകടിയിൽ അവിടെ നിന്ന് നടത്തുന്നു, പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടെ നിന്ന് ആനയിക്കുന്നു എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായ 23 തന്നെയല്ലേ സങ്കീർത്തനം? 23-ആണ്. 23-ാം സങ്കീർത്തനമുണ്ട്. ബൈബിൾ വായിച്ചിട്ടുള്ളവർക്ക് അറിയാം, എല്ലാ ക്രിസ്ത്യാനികൾക്കും അറിയാവുന്ന കാര്യം. ആ 23-ാം സങ്കീർത്തനത്തിൽ കർത്താവാണെന്റെ ഇടയൻ എന്ന് പറയുന്ന ഒരു കുഞ്ഞാടാണ് പറയുന്നത്. അവിടെ ആ കുഞ്ഞാടാണ് ആഖ്യാതാവ്. പക്ഷെ ഇവിടെ പറയുന്നത് ആ കുഞ്ഞാടിനെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനെ അവതരിപ്പിക്കുകയാണ്. അതേ ആ കുഞ്ഞാടിനെ സ്നേഹിക്കുന്നു, അതേ ആ കുഞ്ഞാടിനെ വളരെ തന്റെ ലാളിക്കുന്നു, പരിരക്ഷിക്കുന്നു, അത്രയും സ്നേഹിച്ച് വളർത്തുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ വാർദ്ധക്യാവസ്ഥയിൽ ആ കുഞ്ഞാടിന് വേറൊരു ജീവിതം ലഭിക്കുന്നതിന് വേണ്ടി നല്ല വൃക്ഷലതാദികളും ഈ ആറ്റരികുമുള്ള ഒരു ആറും ഒക്കെയുള്ള ഒരു പറമ്പ് തന്നെ കൊടുത്ത് ആ കുഞ്ഞാടിന് വേറൊരു ഇടയനെ ഏൽപ്പിക്കുകയാണ്. പക്ഷെ ആ ഇടയൻ എന്ന് പറയുന്നത് ഒരു കശാപ്പുകാരനെ പോലെയാണ്. അയാൾ ആ കുഞ്ഞാടിന്റെ മിനുമിനുത്ത ശരീരത്തെ കാണുന്നു, ആ കുഞ്ഞാടിന്റെ തോലിനെ കാണുന്നു, ആ കുഞ്ഞാടിനെ എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്നാണ് കാണുന്നത്. അപ്പൊ ഒരാൾ സ്നേഹിക്കുന്ന കുഞ്ഞാടിനെ മറ്റൊരാൾ കാണുന്നത് എന്ന് പറയുമ്പോൾ വിപണി മൂല്യമായിട്ടാണ്, ഒരു കമോഡിറ്റി ആയിട്ട്, ഒരു ചരക്കായിട്ടാണ് കാണുന്നത്, ഒരു വിപണി മൂല്യം. അപ്പൊ വിപണി മൂല്യത്തിനനുസരിച്ച് അതിനെങ്ങനെ കാണാം. അപ്പൊ ഇതിനകത്ത് കിടക്കുന്ന കുറെ കാര്യം എന്ന് പറയുമ്പോൾ ഒന്ന്, ക്രിസ്തു എന്ന് പറയുന്ന ക്രിസ്തുവിന്റെ കുഞ്ഞാടെന്ന് പറയുന്നത് പലപ്പോഴും സഭയാണ്. സഭ ഈ കുഞ്ഞാടിനെ ക്രിസ്തു പിടിച്ചു കൊടുത്ത, ഈ സഭയെ പിടിച്ചു കൊടുത്തവന്മാര് ശരിയല്ല എന്ന് പറയുന്ന ഒരു റീഡിങ് അതിനകത്തുണ്ട്. കാരണം ഈ സഭയെ പിടിച്ചു കൊടുത്തവന്മാര് ഈ കുഞ്ഞാടാകുന്ന ഈ സഭയെ ആരുടെ കരങ്ങളിലാണോ ഏൽപ്പിച്ചത് ആ കരങ്ങളിൽ ഏൽപ്പിച്ചവര് ശരിയല്ല എന്നുള്ളതാണ് അതിന്റെ ഒരു ഇത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അച്ഛൻ മകളെ ലാളിച്ചു വളർത്തി. ആ ലാളിച്ച് വളർത്തിയ മകളെ അച്ഛൻ മറ്റൊരാൾക്ക് കല്യാണം കഴിപ്പിച്ചു കൊടുക്കുമ്പോൾ ആ പുരുഷൻ അവളെ ഒരു വിപണി മൂല്യത്തിന്റെ ഭാഗമായി അവളെ കാണുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ തരത്തിൽ എന്ന് വെച്ചാൽ സഭാ വിമർശനം, പുരുഷ വിമർശനം എന്ന തരത്തിൽ പല വിമർശനങ്ങളിലേക്ക് കടന്നു പോകുന്ന തരത്തിലേക്ക് ആ കവിത മാറുന്നു എന്നുള്ളതാണ് ആ കവിതയുടെ ഒരു പ്രത്യേകതയായിട്ട് തോന്നുന്നത്. ഇടയനിലെ കശാപ്പുകാരനെ അയാൾ തിരിച്ചറിഞ്ഞില്ല. കണ്ണുകൾ കൊണ്ട് തൂക്കമളന്ന് മാംസം കട്ടിയാണെന്ന് അടക്കം പറഞ്ഞത് കേട്ടില്ല. വളർത്താനുള്ള ഒതുക്കം തീരെയില്ലെന്ന് നാക്കിന് മൂർച്ച കൂട്ടിയത് കണ്ടില്ല. തോടിന് മിനിപ്പ് കുറവാണെന്നും എല്ലിന് ഇളക്കം പോരെന്നും പല്ലിട കുത്തി തുപ്പിയ വർത്തമാനം കേട്ടില്ല. അവളുടെ അകന്നുപോയ അവസാനത്തെ കരച്ചിലും അത് നിലയ്ക്കുവോളം അയാൾ അറിഞ്ഞില്ല എന്നാണ്. അയാൾ കഷ്ടപ്പെട്ട് വളർത്തിയ ഒരു കുഞ്ഞാടിന് പിന്നീട് സംഭവിക്കുന്നതാണ്. അപ്പൊ സ്ത്രീധനത്തിന്റെ പേരിൽ കൊല ചെയ്യപ്പെടുന്ന ഒരു പെൺകുട്ടിയുടെ രൂപം നമ്മുടെ ഉള്ളിലേക്ക് വരും. ഈ ബൈബിളുമായി ചേർത്ത് വെക്കുന്നത് കൊണ്ട് ഈ ദൈവം സൃഷ്ടിച്ച സഭ എന്ന് പറയുന്ന സങ്കല്പത്തെ ഏൽപ്പിച്ച പൗരോഹിത്യ വർഗത്തിന്റെ കെടുകാര്യസ്ഥതയും
അവരുടെ ഈ ചരക്കുവൽക്കരണം, അവരുടെ ഒരുതരം എന്താ പറയാ ധനാർത്ഥിയും ഒക്കെ അതിനകത്ത് ഇങ്ങനെ തെളിഞ്ഞു വരും. ആ രീതിയിലേക്ക് ആ കവിതയെ പെട്ടെന്ന് മാറ്റാൻ അദ്ദേഹത്തിന്റെ ഒറ്റ ആഖ്യാനത്തിന് കഴിയുന്നു എന്നുള്ളതാണ്. ഇതിന്റെ വേറൊരു രൂപം തന്നെയാണ് ഈ അശാന്തമി രാത്രി എന്ന് പറയുന്ന കവിതയ്ക്കകത്ത്. ഇപ്പൊ രാജാക്കന്മാർ പണ്ട് കാഴ്ചവെച്ച സമ്മാനങ്ങളിലേക്ക് ഉണ്ണിയേശു സൂക്ഷിച്ചു നോക്കി. അവയിലിപ്പോൾ മാത്സര്യത്തിന്റെ ചോര, പുറത്തെ തണുപ്പിൽ ഭീതിയുടെ അണുക്കൾ, ശൂന്യമായ വീതിയിലൂടെ മുൾക്കിരീടധാരിയായ ഭൂമി എന്നാണ് പറയുന്നത്. അത് കൃത്യമായി തന്നെ ഒരു സഭാവിമർശനം അതിനകത്തും ഉള്ളതായി തോന്നുന്നുണ്ട്. ആ രീതിയിൽ ഈ കവിത ബൈബിളിന്റെ ഒരു ഡീകൺസ്ട്രക്ട്, ഒരു അപനിർമ്മിതി പരതയിൽ നിന്ന് തുടങ്ങി അത് സമകാലികമായി ചില വിപത്സന്ധികളിലേക്ക് കടന്ന് കൃത്യമായി സൂക്ഷ്മമായ അർത്ഥത്തിൽ മതവിമർശനവും പുരുഷ വിമർശനവും നടപ്പാക്കി ആ കവിത അതിന്റെ ഒരു രചനാ ദൗത്യം നിർവഹിക്കുന്നു എന്നുള്ളതാണ് ആ കവിതയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. മറ്റൊന്ന് എനിക്ക് തോന്നിയത് ഇതിലെ ബൈബിൾ ആഖ്യാനങ്ങളാണ്. ഈ കവിതയിൽ ഉടനീളം പറഞ്ഞു പോയാൽ കുറേ ഉണ്ട്, ഞാൻ ചുരുക്കാം. ഈ കവിതയിൽ നിന്ന് കുറേ അധികം ബൈബിൾ ആഖ്യാനങ്ങൾ. മലയാള കവിതയെ സംബന്ധിച്ചിടത്തോളം മലയാള കവിത അതിന്റെ തുടക്കം മുതൽ ഏതാണ്ട് ഒരു 6 പതിറ്റാണ്ട് കാലം, 6 പതിറ്റാണ്ടെന്ന് പറയുമ്പോൾ ഒരു 1990-കൾ വരെ മലയാള കവിതയ്ക്കകത്ത് നമ്മൾ കണ്ടിട്ടുള്ളത് മുഴുവൻ അത് ഹൈന്ദവ സംസ്കാര കേന്ദ്രിതമായ ആഖ്യാനങ്ങളാണ്. അതിനകത്ത് വരുന്ന അപനിർമ്മാണങ്ങൾ മുഴുവൻ രാമായണത്തെ മഹാഭാരതത്തേക്ക് മുൻനിർത്തിക്കൊണ്ടുള്ളതാണ്. ഇപ്പൊ ബൈബിളിനെ മുൻനിർത്തിയിട്ടുള്ള ആഖ്യാനങ്ങൾ മലയാള കവിതയ്ക്കകത്ത് കുറവായിരുന്നു. ഇപ്പൊ കട്ടക്കൈൻ ചെറിയാൻ മാപ്പിളയുടെ ശ്രീയേശു വിജയം പോലെയുള്ള, അല്ലെങ്കിൽ സിസ്റ്റർ മേരി ബെനീഞ്ഞയുടെ കവിതകൾ, ആ കവിതകളിലൊക്കെയാണ് നമ്മൾ മറ്റൊരു തരത്തിലുള്ള പാരോമൽ ഉണ്ണിയെ കാണാൻ അജപാലകരേവം ഗണിക്കേ അല്ലിന്റെ അന്തിമയാമം വാനിൽ വെള്ള വിരിച്ചു തുടങ്ങി എന്നൊക്കെ പറയുന്ന സിസ്റ്റർ മേരി ബെനീഞ്ഞയുടെ കവിതയുണ്ട്. അപ്പൊ ഇതിലൊക്കെയാണ് നമ്മൾ സത്യം പറഞ്ഞ ഈ ബൈബിള് വരുന്നത് കാണും. പക്ഷെ ഇദ്ദേഹത്തിന്റെ സമാഹാരത്തിൽ ഏതാണ്ട് കുറച്ചധികം കവിതകൾ ബൈബിളിനെ മുൻനിർത്തി നിൽക്കുന്നു എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇപ്പൊ ഉയിർപ്പ്, അശാന്തമീ രാത്രി, പാറപ്പുറത്ത് വീണ വിത്ത്, 7-ാം ദിവസം. ഈ 7-ാം ദിവസം എന്ന് പറയുന്ന കവിത തന്നെ ഉൽപ്പത്തി പുസ്തകത്തിലെ 1-ാം അധ്യായത്തിന്റെ കർത്താവ് 6 ദിവസം കൊണ്ട് ഭൂമിയെ സൃഷ്ടിച്ച് 7-ാം ദിവസം വിശ്രമിക്കാൻ പോകുന്ന 7 ദിവസത്തിന്റെ കഥയെ മറ്റൊരു നറേറ്റീവാക്കി മാറ്റിയാണ് അവതരിപ്പിക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെ ബൈബിൾ ആഖ്യാനങ്ങളുടെ ആഖ്യാനമായി ഇതിലെ പല കവിതകളും മാറുന്നത് നമുക്ക് കാണാൻ കഴിയും. മറ്റൊന്ന് ബൈബിൾ ഭാഷ തന്നെ അതിനകത്തുണ്ട്. ഇപ്പൊ മിഷണറി ഗദ്യത്തിനകത്ത് വരുന്ന ചില ഭാഷകൾ, ഇപ്പൊ 6 പ്രയോഗങ്ങൾ, ഇപ്പൊ വന്നാറേ, നിന്നാറേ, കണ്ടാറേ എന്ന് പറയുന്ന പ്രയോഗം ഇപ്പം സൂനകദോസിന്റെ കാനൂനുകളിൽ മാത്രം നമ്മൾ കാണുന്ന ചില പ്രയോഗങ്ങളുണ്ട്. അതിപ്പോ റബ്ബർ മരങ്ങൾ പാൽ ചുരത്തുകയും കാപ്പിച്ചെടികൾ മുത്തുമാല കോർക്കുകയും നെൽവയലുകൾ പൊന്നണിയുകയും ചെയ്താറേ അയാൾ പറഞ്ഞു. ഈ ചെയ്താറേ എന്ന് പറയുന്നത് ഇപ്പൊ മലയാള കവിതയ്ക്കകത്ത് മലയാള ഭാഷയുടെ വിനിമയത്തിലും മലയാള ഭാഷയുടെ എഴുത്തിലൊന്നും ആരും ഉപയോഗിക്കത്തില്ല. അപ്പൊ 6 പ്രയോഗങ്ങൾ വരും. മറ്റൊന്ന് ഈ കാലത്തികവിങ്കൽ പാറ പിളർത്തുന്നൊരു മഴ വന്നു. കാലത്തികവിങ്കൽ എന്ന് പറയുന്ന ഒന്ന്, അതും ബൈബിൾ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പദമാണ്. ആ രീതിയിലുള്ള ഒരു ബിബ്ലിക്കൽ സ്ട്രക്ചറിൽ നിൽക്കുന്ന ഭാഷയെ തന്നെ കാവ്യ ഭാഷയാക്കി ഈ കവിതകൾ മാറ്റുന്നത് കാണാൻ സാധിക്കും. മറ്റൊന്ന് അസാധാരണമായ ചില ഇമേജുകളാണ്, അത് ഈ കവിതയെ വ്യത്യസ്തമാക്കി മാറ്റുന്നു. അതിന് ഇപ്പൊ അശാന്തമീ രാത്രി എന്ന് പറയുന്ന കവിതയ്ക്കകത്തുള്ള ഒരു ഇമേജ് എന്ന് പറയുന്നത് ഏകാന്തതയിൽ കൊന്ത ചൊല്ലുന്ന ഒരു കന്യാസ്ത്രീയെ പോലെ രാത്രി എന്നാണ്. രാത്രിയെ ഉപമിക്കുകയാണ്, അത് ഏകാന്തതയിൽ കൊന്ത ചൊല്ലുന്ന ഒരു കന്യാസ്ത്രീയോട് ഉപമിക്കുകയാണ്. ഉപമാവാചകം പോലെയാണ്. ഇപ്പൊ കൊന്ത ചൊല്ലുന്ന ഒരു കന്യാസ്ത്രീയെ പോലെയാണ് രാത്രി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കറുത്ത വസ്ത്രം ധരിച്ച് കൊന്ത ചൊല്ലിക്കൊണ്ട് നിൽക്കുന്ന ഒരു കന്യാസ്ത്രീയെ രാത്രിയെ സങ്കല്പിക്കുന്ന ഒരു ഇമേജ്, അത് വളരെ വ്യത്യസ്തത ഉണ്ടാക്കുന്ന ഒരു ഇമേജാണ് ഇദ്ദേഹത്തിന്റെ കവിതയ്ക്കകത്ത്. മറ്റൊന്ന് അപ്പൂപ്പന്റെ ഉച്ച മുറുക്കാൻ എന്ന് പറയുന്നത്. ഇപ്പൊ തളിർവെറ്റില തെരഞ്ഞെടുത്ത് കൈവെള്ളയിൽ വിടർത്തി വെച്ച് അപ്പൂപ്പൻ ഓർക്കാൻ ഇഷ്ടപ്പെടാത്തതെന്തോ അറ്റത്ത് നിന്ന് മുറിച്ചെടുക്കും, ഉപേക്ഷിക്കാനാവാതെ ചെന്നിയിൽ ചേർത്തൊട്ടിക്കുക എന്നാണ്. ഈ മുറുക്കാന്റെ അറ്റത്ത് ആ വെറ്റിലയുടെ കാമ്പൊന്നും മുറിച്ചെടുക്കുന്നതിനെ പറ്റിയാ പറയുന്നത്. പക്ഷെ അങ്ങനെ മുറിച്ചെടുക്കുന്ന ഒന്നിന്റെ ഒരു അമൂർത്തമായ ഒന്നുണ്ടല്ലോ, ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത എന്തോ, അത് അമൂർത്തമാണ്. അതിന് പേഴ്സോണിഫിക്കേഷൻ കൊടുക്കുകയാണ്. ഇതിനെ ഈ സാധനത്തിന്റെ മൂർത്തത കൊണ്ട് അതിനെ അടയാളപ്പെടുത്താൻ നോക്കുകയാണ്. ഇഷ്ടപ്പെടാത്ത എന്തോ മുറിച്ചെടുക്കുന്നു, അതിനെ ഇങ്ങനെ നെറ്റിയിൽ ഒട്ടിക്കുന്നു എന്ന് പറയുന്ന ഒന്ന്. ആ രീതിയിൽ അമൂർത്തമായ ഒന്നിനെ മൂർത്തമാക്കി കാണിക്കുന്നു. മറ്റൊന്ന് പല്ലി എന്ന് പറയുന്ന കവിതയ്ക്കകത്തുള്ള ഒരു ഇമേജ്. ആശുപത്രി ചുവരിന്റെ വെളുത്ത നിശബ്ദതയിൽ ഒരു പല്ലി ഇരിപ്പുണ്ട്, പണ്ടെപ്പോഴോ ജീവിച്ച് മരിച്ച ഒരു സുന്ദരിയുടെ ഏകാന്തത കൊത്തിവെച്ചതുപോലെ എന്നാണ്. ഒരു പല്ലി ആശുപത്രിയിൽ പണ്ടെങ്ങാണ്ടോ മരിച്ചുപോയ ഒരു സുന്ദരിയുടെ ഏകാന്തത ഇങ്ങനെ കൊത്തിവെച്ചതുപോലെയാണ് ആ പല്ലി ഇരിക്കുന്നത്. ഗ്രേസി ടീച്ചറിന്റെ ഗൗളി ജന്മം എന്ന് പറയുന്ന കഥ വായിച്ചിട്ടുള്ളവർക്ക് ചിലപ്പോൾ ഇത് പെട്ടെന്ന് ഇങ്ങനെ റിലേറ്റ് ചെയ്യാനായിട്ട് വരും. ഗൗളി ജന്മം എന്ന് പറയുന്ന കഥ പെട്ടെന്ന് അതൊരു പിക്ചറാണ്, ഒരു പിക്ചറൈസേഷനാണ്. വല്ലാത്തൊരു തരം ചിത്രം വരും. ആ രീതിയിൽ അതിന്റെ ഇമേജ്, അതിന്റെ ഞാൻ ആഴത്തിലേക്ക് പോകുന്നില്ല, ഞാൻ വേഗം പറഞ്ഞു തീർക്കുകയാണ്. മറ്റൊന്ന് വേട്ട എന്ന് പറയുന്ന കവിതയ്ക്കകത്ത് അദ്ദേഹം പറയുന്നത്, നഗരത്തിലെ ഒരു ശീതള പാനീയശാലയിൽ 2 കമിതാക്കൾ മേശക്കിരുവശം ഇരുന്ന് കണ്ണുകൾ സ്ട്രോയാക്കി പരസ്പരം വലിച്ചു കുടിക്കുകയായിരുന്നു. ഞാൻ നിന്റേതും നീ എന്റേതും എന്ന മട്ടിൽ. നോക്കൂ, രണ്ടുപേരെ എന്തോ ശീതള പാനീയം കുടിക്കണം, പക്ഷെ
അത് കുടിക്കുന്നത് പോലെ കണ്ണുകൾ കൊണ്ട് പരസ്പരം വലിച്ചു കുടിക്കുന്നു. നീ എന്റേത്, ഞാൻ നിന്റേത്. പക്ഷെ അതിനകത്ത് പിന്നെ വരുന്നത് ഈ പ്രണയം അല്ല, സ്ത്രീ ഒരു ഇരയുടെ രൂപത്തിൽ, ഈ പുരുഷൻ എന്ന് പറയുമ്പോൾ ഒരു വേട്ടക്കാരന്റെ രൂപത്തിൽ. അതുകൊണ്ടാണ് ആ കവിത വേട്ടയായി മാറുന്നത്. ആ രീതിയിലാണ് അതിൻ്റെ രൂപം. അതെന്ന് പറയുന്നത് വളരെ പ്രതീകാത്മകമായി ആരോ വരയ്ക്കുന്ന ഒരു ചിത്രം പോലെയാണ് അതിനെ അവതരിപ്പിക്കുന്നത്. അപ്പൊ ആഖ്യാനത്തിലും ആ കവിത ഒരു പുതുമ പുലർത്തുന്നുണ്ട്. മറ്റൊന്ന്, ഈ ശലഭങ്ങൾ ഉണ്ടാകുന്നത് എന്ന് പറയുന്ന കവിതയിൽ ഒരു ഇമേജ് കൂടിയാണ്. അതായത് മഴവില്ലും കുലച്ചകലെ ആകാശ ചെരിവിൽ നിൽക്കുന്നു കുറുമ്പൻ മേഘങ്ങൾ എന്നാണ്. അകലെ ആകാശ ചെരിവിൽ നിൽക്കുന്ന ഈ കുറുമ്പൻ മേഘങ്ങൾ മഴവില്ലിങ്ങനെ കുലച്ചു നിൽക്കുകയാണ്. അപ്പൊ മഴവില്ലിങ്ങനെ കുലച്ചു നിൽക്കുന്ന ഈ മേഘം പ്രാകൃതനായ ഒരു ഗോത്ര മനുഷ്യനെ എങ്ങനെ അനുസ്മരിപ്പിക്കും? ആ രീതിയിലുള്ള ഒരു ഇമേജ് ആക്കി അതിനെ അദ്ദേഹം മാറ്റുന്നുണ്ട്. അങ്ങനെ ഇമേജുകളെ വളരെ വളരെ പുതുമയുള്ള ഇമേജുകൾ കവിതയ്ക്കകത്ത് കൊണ്ടുവരുന്നു. മറ്റൊരു ഈ പ്ലെയിൻ നറേഷനിൽ നേരിട്ടുള്ള ആഖ്യാനത്തിൽ തന്നെ നിൽക്കുന്ന ഇപ്പൊ കുടയാവണം എന്ന കവിത, അറിഞ്ഞോ എന്ന കവിത, അവിടെ കവിതയുടേതെന്ന് പറയുന്ന വളച്ചുകെട്ടലുകളൊന്നുമില്ല, സങ്കീർണതകളൊന്നുമില്ല. പക്ഷെ ഒരു കവിതയുടെ ഒരു തെളിമ ആ കവിതകൾക്കകത്ത് ഉണ്ട് താൻ. കുടയാവണം എന്ന് പറയുന്ന കവിത വളരെ തെളിഞ്ഞു നിൽക്കുകയാണ്. അത് അമ്മയോടും അച്ഛനോടും കൂടപ്പറപ്പിനോടും ഒക്കെയുള്ള ഒരു സ്നേഹത്തിന്റെ ആഖ്യാനമായി നിൽക്കുന്നു. മറ്റൊന്നെന്ന് പറയുന്നത് അറിഞ്ഞോ എന്ന് പറയുന്ന കവിത, അതിനകത്ത് ഒതുക്കമുണ്ട്, മിതത്വമുണ്ട്. പക്ഷെ അവസാനിപ്പിക്കുന്നതിൽ ഒരുതരം അസാധാരണത്വവും ആ കവിതയ്ക്കകത്തുണ്ട്. ഇപ്പൊ അമ്മയുടെ താരാട്ടിന് അച്ഛന്റെ താളം ചേർന്നപ്പോഴാണ് കുരുന്നു മുഖത്തൊരു അമ്പിളിക്കല വിരിഞ്ഞത് എന്ന് പറയുന്ന ഒരിത്. അതിന് ആ അവസാനിപ്പിക്കുന്നിടത്തുള്ള ഒരു അസാധാരണത്വം. മറ്റു ഒരൊറ്റ സവിശേഷത മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. അതെന്ന് പറയുന്നത് ഒരു മെറ്റാ പോയിട്രിയാണ്. മെറ്റാ പോയിട്രി എന്ന് പറയുമ്പോൾ അതികവിത, കവിതയെ കുറിച്ച് തന്നെ ഉണ്ടായി വരുന്ന കവിത. അങ്ങനെ നോക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ കവിതയ്ക്കകത്ത് ഒരു ചൂടൻ കവിത എന്ന് പറയുന്ന ഒരു കവിത ഉണ്ട്, ചൂടൻ കവിത. ആ കവിത സ്വാഭാവികമായിട്ട് പത്രാധിപരുടെ കവിത പ്രസിദ്ധീകരിക്കുന്നതിൽ പത്രാധിപരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ചാണ് വേവലാതിപ്പെടുന്നത്. ഈ പത്രാധിപർ എന്ന് പറയുന്ന റിസ്ക് എടുക്കുന്ന കവിതകളെ, അല്ലെങ്കിൽ പൊള്ളുന്ന നേരുകൾ ആവിഷ്കരിക്കുന്ന കവിതകളെ, രൂപത്തിൽ പുതുമ സൃഷ്ടിക്കുന്ന കവിതകളെ പത്രാധിപർ ഒരുപക്ഷെ പ്രസിദ്ധീകരിക്കണമെന്നില്ല. പത്രാധിപരെന്നും പ്രസിദ്ധീകരിക്കുന്ന വ്യവസ്ഥാപിതത്തോട് ഒട്ടി നിൽക്കുന്ന തണുത്ത മുനപോയ കവിതകളെ ആയിരിക്കും. അതിന് അദ്ദേഹം പറയുന്നത് മഴ പോലെയുള്ള കവിതകളാണ് പത്രാധിപർ പ്രസിദ്ധീകരിക്കുന്നതാണ്. പക്ഷെ ചൂടുള്ള പൊള്ളുന്ന കവിതകൾ പ്രസിദ്ധീകരിക്കപ്പെടും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസം ആ കവിതയെക്കുറിച്ചുള്ള ആ കവിത പുലർത്തുന്നുണ്ട്. ഞാൻ എന്ന് പറയുന്ന കവിതയ്ക്കകത്ത് ഒരു അവസാന വാചകം അദ്ദേഹം പറയുന്നത്, ഞാൻ കുറിക്കാൻ കാലം മറന്ന കവിത എന്നാണ്. തന്നെ ഒരു കവിതയാക്കി കാണുന്ന ഒരു അതികവിത, കവിതയെക്കുറിച്ചുള്ള കവിത എന്ന രീതിയിലുള്ള ഒരു മെറ്റാ പോയിട്രി സങ്കേതം കൂടി ഈ കവിതകളിലേക്ക് കാണാൻ സാധിക്കുന്നു. ഇങ്ങനെ അടരടരായി എടുത്ത് പരിശോധിച്ചാൽ ഒരുപാട് വായനകളിലേക്ക് പോകുന്ന, ഒരുപാട് വീക്ഷണങ്ങൾ നമ്മുടെ മുന്നിലേക്ക് തുറന്നിടുന്ന, കുറെ അധികം ഒരു വാതിൽ തുറന്നാൽ കാണാൻ കഴിയുന്ന അനേകം കാഴ്ചകളാൽ നിബിഡമായ ഒരു സമാഹാരമാണ് ഈ വരിതെറ്റിക്കുന്ന വാക്കുകൾ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ കവിതാ സമാഹാരത്തിന്റെ പേര് ഉറങ്ങാത്ത ജനാല എന്നാണ്. സത്യത്തിൽ ആദ്യ കവിതാ സമാഹാരം സൃഷ്ടിക്കുന്ന ഇതിന്റെ അലയൊലികളായിരിക്കും പലപ്പോഴും രണ്ടാമത്തെ കവിതാ സമാഹാരത്തിൽ ഉൾപ്പെടെ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ കവികളുടെ ഇടയിൽ കാണുക. പക്ഷെ ടോബി തലയിൽ എന്ന് പറയുന്ന കവി ആദ്യ സമാഹാരത്തിൽ സൃഷ്ടിച്ച കവിതകളിൽ നിന്ന് തീർത്തും വ്യത്യസ്തനായി കുറെ അധികം മികച്ച കവിതകളുമായാണ് ഈ സമാഹാരത്തിൽ നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. അത് അതിൻ്റെതായ വായനയുടെ ഗൗരവം വർദ്ധിക്കുന്നു എന്ന് മാത്രം പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. പ്രിയപ്പെട്ട ഉണ്ണികൃഷ്ണൻ സാർ, ഡി അനിൽകുമാർ, വേദിയിലിരിക്കുന്ന പ്രിയപ്പെട്ടവർ, സുഹൃത്തുക്കളെ, ഇനി ഒരു പുസ്തക പരിചയം ആവശ്യമില്ലാത്ത വിധം ഞാനിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു. സമഗ്രമാണ്. അതതിൻ്റെ ചരിത്രപരമായിട്ടുള്ള സാഹചര്യങ്ങൾ പറഞ്ഞു, അതിൻ്റെ ഹൈക്കു സ്വഭാവത്തെക്കുറിച്ച് പറഞ്ഞു, എൻ്റെ ഡീകൺസ്ട്രക്ഷനെ സംബന്ധിച്ച കാര്യം പറഞ്ഞു, മെറ്റാ പോയട്രിയെക്കുറിച്ച് പറഞ്ഞു. ഇങ്ങനെ നിരവധി ആട്ടരുകൾ അതിൽ നിന്ന് വായിച്ചെടുക്കുന്ന തരത്തിൽ അനിൽ ഈ പുസ്തകത്തിനെ അവതരിപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ പിന്നെ എനിക്ക് ചെയ്യാവുന്ന ഒന്ന് രണ്ട് കൊച്ചു കാര്യങ്ങളേ ഉള്ളൂ. ഇതിൻ്റെ വില പറയാം, പിന്നെ ഇതിൻ്റെ ആമുഖം എഴുതിയ ആളിനെ കുറിച്ച് പറയാം, ഇതിൻ്റെ കവർ ചെയ്ത ആളിനെ കുറിച്ച് പറയാം. അങ്ങനെ ചില കാര്യങ്ങൾ മാത്രമേ എനിക്ക് ചെയ്യാനുള്ളൂ. അപ്പോൾ ഒന്ന് അത് തന്നെ പറയാം. ഒന്ന് കാഞ്ഞിരംകുളം വിൻസെൻ്റ് ചെയ്ത കവറാണ്, അത് ഗംഭീരമായ കവറാണ്. രണ്ട് നമ്മുടെ പരിധി പുസ്തകത്തിൻ്റെ പ്രസാധനമാണ്, നല്ല ഒന്നാന്തര പ്രൊഡക്ഷനാണ്. 120 രൂപയാണ് വില. 35 കവിതകൾ അടങ്ങുന്നതാണ് ഈ പുസ്തകം.
അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പുസ്തകം ഉറങ്ങാത്ത ജനാൽ, അതിൻ്റെ ഒരു പഠനം അതിൻ്റെ അവസാനം ഞാൻ എഴുതി ചേർത്തിട്ടുണ്ട്. ആ സമയത്താണ് ഞാൻ ടോബി തലയലിനെ പരിചയപ്പെടുന്നത്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും വന്ന പ്രമേയം എന്ന് പറയുന്നത് പ്രവാസാനുഭവമാണ്. അദ്ദേഹം വിദേശത്തായിരുന്നു, നമുക്കൊക്കെ അറിയാം. ആ പ്രവാസാനുഭവം അതിനകത്ത് വളരെ തീവ്രമായി, ഒപ്പം തന്നെ ദേശത്തിൻ്റെ നിരവധി അടയാളങ്ങൾ അദ്ദേഹം കുത്തിവെച്ചിട്ടുണ്ട്. ഈ പുസ്തകം വായിച്ചപ്പോൾ അനിൽകുമാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, അനിൽകുമാർ പറയാത്തൊരു കവിത ട്രെഡ്മിൽ എന്നൊരു കവിതയാണ്. അനിൽകുമാർ സൂചിപ്പിച്ചതുപോലെ നിരവധി ജീവിതാനുഭവങ്ങളൊക്കെ ഇതിനകത്ത് കയറി വരുന്നുണ്ട്. ബൈബിൾ ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ബൈബിളിൻ്റെ ആഖ്യാനം പൊതുവെ നമ്മുടെ കവിതകളിൽ കുറവാണെന്നാണ് എൻ്റെ അർത്ഥം, ഒരു മേൽക്കൈയില്ല എന്നർത്ഥം. ഖുറാൻ നമ്മുടെ കവിതകളിലെ സാന്നിധ്യമാകുന്നത് വളരെ കുറവാണ്. ബുദ്ധമതം പറയുന്നുണ്ട്, നമുക്ക് നാട്ടിൽ നിലവില്ലാത്തൊരു മതമാണ് ബുദ്ധമതം. പക്ഷേ ബുദ്ധമതം വളരെ സജീവമായി നമ്മുടെ കവിതയിലുണ്ട്, കവികളെ വളരെ സ്വാധീനിക്കുന്നുണ്ട്. മറ്റു മതങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് ബുദ്ധമതമാണ്. അങ്ങനെ ഈ മതത്തിൻ്റെ സവിശേഷതയുണ്ട്. ഈ ക്രിസ്തുമതത്തിൻ്റെ ഒരു സവിശേഷത, അതിന് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മ എന്ന് പറയുന്ന ഒരു തൃത്വത്തിൻ്റെ സ്വഭാവം നമുക്കറിയാം. ഈ കവിത വായിച്ചു പോയപ്പോൾ എനിക്ക് തോന്നിയ മറ്റൊരു കാര്യം, ഇത് പിതൃഭാവങ്ങളുടെ കവിതയാണ് എന്നാണ്. ഒരു അച്ഛൻ അല്ലെങ്കിൽ ഒരു പിതാവ്, ഒരാൾ എഴുതിയാൽ, അല്ലെങ്കിൽ അച്ഛൻ ഭാവം കൂടിയ ഒരാൾ എഴുതിയാൽ എങ്ങനെയിരിക്കും, അങ്ങനെയുള്ള കവിതകളാണ് ഇത് എന്നാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇതിലെ ഉദാഹരണങ്ങൾ കൊണ്ട് ഞാനത് പറയാം. ഒരു പിതാവായിരിക്കുക എന്ന് പറയുന്ന ആൾ അനുഭവിക്കുന്ന സംഘർഷങ്ങൾ എന്തൊക്കെയാണ്? നമുക്കറിയാം, നമ്മുടെ വീടുകളിലെ പറഞ്ഞു കേട്ടിട്ടുണ്ടാവുമല്ലോ, പലപ്പോഴും 10-50 വയസ്സ് വരെ കഴുതയെ പോലെ പണിയെടുക്കുകയും മക്കളെയൊക്കെ കെട്ടിച്ച് വിട്ട് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങ് ഒറ്റപ്പെട്ടു പോവുക, വലിയ മിണ്ടാട്ടങ്ങളൊന്നും ഇല്ലാതാവുക എന്ന് പറയുന്ന ഒരു പുരുഷാവസ്ഥയുണ്ട്. ഈ പുരുഷാവസ്ഥയുടെ പലതരം ഘട്ടങ്ങളെ അടയാളപ്പെടുത്തുന്ന പുസ്തകം. അപ്പോൾ നേരത്തെ അനിൽകുമാർ പറഞ്ഞു, ഒരാൾ വായിക്കുമ്പോൾ പല പാഠങ്ങൾ വരും, അതിൽ നിന്ന് വേറൊരു പാഠം വായിച്ചെടുക്കുക എന്നുള്ളതാണ് ഈ കവിതയിൽ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം. സ്വാഭാവികം എന്നൊരു കവിതയുണ്ട്. ആ കവിത അനിൽ സൂചിപ്പിച്ചതാണ്. വാക്കുകൾ കൊണ്ട് മുറിവേറ്റവരുടെ മരണം. വീട്ടിൽ ഏറ്റവും കൂടുതൽ വാക്കുകൾ കൊണ്ട് മുറിവേൽക്കുന്നത് ആരാണ്? മുറിവേൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നിശബ്ദരാകുന്നത് ആരാണ്? ഇറങ്ങിപ്പോകുന്നത് ആരാണ്? മാറി നിൽക്കുന്നത് ആരാണ് എന്ന് പൊതുവെ വീടകം പരിശോധിച്ച് നമുക്ക് മനസ്സിലാകും. വാക്കുകൾ കൊണ്ട് മുറിവേറ്റവരുടെ മരണം നിശബ്ദതയുടെ ആഴത്തിൽ ശ്വാസം മുട്ടിയാണ് സംഭവിക്കുക. ഈ നിശബ്ദതയെ അദ്ദേഹം വേറൊരു പറയുന്നത് സ്റ്റൗ അനുഭവിച്ച വീർപ്പുമുട്ടൽ. സ്റ്റൗ അനുഭവിച്ച, അത് പൊട്ടിത്തെറിക്കാം, പക്ഷെ അതിന്റെ സേഫ്റ്റി വാൽവ് ഉള്ളത് കൊണ്ട് അങ്ങനെ പോകും. സ്റ്റൗ അനുഭവിച്ച വീർപ്പുമുട്ടൽ. വേറൊരിടത്ത് പറയുന്നത് സങ്കടങ്ങൾ ഒരു മാപിനിയിലും സൂചിപ്പിക്കില്ല, ഒരു മാപിനിക്കും അടയാളപ്പെടുത്തും. നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ഒരു പോരായ്മ എന്ന് പറയുന്നത് അച്ഛനെ കുറിച്ചുള്ള കവിതകൾ ഇല്ല എന്നുള്ളതാണ്. വളരെ കുറച്ച് കവിത, അതായത് ഒരു 10,000 അമ്മ കവിതകൾ എടുത്താൽ അതിനിടയിൽ 2-3 അച്ഛൻ കവിതകൾ വരും. അത്രയ്ക്ക് കുറവുള്ള ഒരു ഏരിയയാണ് ഈ അച്ഛൻ കവിത. എന്നാൽ ആളുകൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള, പെൺകുട്ടികൾ എടുത്ത് നോക്കിയാൽ ആൺകുട്ടികൾ എടുത്ത് നോക്കിയാൽ ഇവരുടെ മനസ്സിൽ കിടക്കുന്ന രൂപം പിതൃബിംബമാണ്. ഈ പിതൃബിംബം എന്തുകൊണ്ട് അവരുടെ മനസ്സിൽ കാരണം അച്ഛൻ എന്ന് പറഞ്ഞ നട്ടല്ലാണ്. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, അമ്മ മരിക്കുമ്പോൾ ഒരാളിന് വീടില്ലാതാകും, അച്ഛൻ മരിക്കുമ്പോൾ അയാളിന് നാടും ഇല്ലാതാകും. അതിന്റെ കാരണം അത് നാട്ടുപുറത്തിൻ്റെ ഒരു അനുഭവമാണ്. അതിന്റെ കാരണം അമ്മ മരിച്ചാൽ വീടില്ലാതാവും, അടുക്കളയാണ് നഷ്ടപ്പെടുക. ഒരാളിന് അടുക്കളയുമായി ബന്ധപ്പെട്ട അനുഭവം. അച്ഛൻ രണ്ടാമത്തെ കല്യാണം കഴിക്കുകയാണെങ്കിൽ പിന്നെ അടുക്കള എന്ന് പറയുന്നത് ഈ കുട്ടികൾക്ക് നഷ്ടപ്പെടും. ഇനി അച്ഛൻ മരിച്ചാൽ നാട്ടിലിറങ്ങി ഒരാളിനോട് 100 രൂപ കടം വാങ്ങാൻ പറ്റില്ല. അപ്പോൾ അവിടെ ചെന്ന് ഒരാളിനോട് 100 രൂപ മകൻ കടം വാങ്ങിയിട്ട് അത് കൊടുത്തില്ലെങ്കിൽ നിന്റെ അപ്പം തരും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചൊല്ല്. നീ തന്നില്ലെങ്കിൽ നിന്റെ അച്ഛൻ തരും. പക്ഷെ ഇങ്ങനെ രണ്ടുപേരും മരിച്ചു പോവുകയാണെങ്കിൽ നാട് നഷ്ടപ്പെടും. അപ്പൊ ഈ അച്ഛൻ എന്ന് പറയുന്ന ഒരു നട്ടലിന്റെ ഒരു അന്വേഷണമാണ് ഈ കവിത. ഇതിൽ അവസാനം ഇങ്ങനെയുള്ള ആളുകൾ അങ്ങ് മരിച്ചു പോകുന്നു. മരിച്ചു പോയിട്ട് അതിനൊരു ഫ്രെയിം ആക്കി വയ്ക്കുന്നു, ഒരു ഫോട്ടോ തൂക്കി വയ്ക്കുന്നു. ഫോട്ടോയിൽ ഇയാൾ സംതൃപ്തമായിട്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഈ സംതൃപ്തി നമ്മൾ എപ്പോഴോ എടുത്ത ഫോട്ടോയിൽ പ്രത്യക്ഷപ്പെട്ട സംതൃപ്തിയാണ്. ആ സംതൃപ്തി വാസ്തവമല്ല. കാരണം അയാളോട് അനുഭവിച്ച സംഘർഷങ്ങളുടെ ലോകം, ദൂരം, ആഴം, അഴൽ വളരെ ശക്തമാണ്. ആ മനുഷ്യനാണ്, അത് സ്വാഭാവികമാണ് എന്നാണ് കവിതയുടെ തലക്കെട്ട്. ഇത് സ്വാഭാവികമാണ്. ഈ കവിതയിൽ നിന്ന് ഞാൻ അടുത്ത കവിത എന്ന് പറയുന്നത് കാഴ്ച എന്ന കവിതയാണ്. കാഴ്ച എന്ന കവിത എനിക്ക് സൂചിപ്പിച്ചു. ചക്ഷുശ്രവണ കടസ്തമാന്തരദുരം, അത് നമുക്കറിയാമല്ലോ. നമ്മൾ കുറച്ചു കാലത്ത് അത് ആ തലമുറയിൽ പെട്ടവരൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. പാമ്പിന്റെ വായിൽ അകപ്പെട്ടിരിക്കുന്ന തവളം. ഇതിനൊരു വേറൊരു ഡയമെൻഷൻ എന്ന് പറയുന്നത് നിത്യജീവിതത്തിന്റെ പ്രാരബ്ധങ്ങളാകുന്ന പാമ്പ്. അതായത് വീട്, കടം, മക്കൾ, പഠനം, അവരുടെ യാത്ര, അവരുടെ ട്യൂഷൻ, ഇങ്ങനെ ചെയ്ത് ഒരു സിനിമ കാണാതെ, ഒരു സ്ഥലം കാണാതെ, നല്ലൊരു ഭക്ഷണം കഴിക്കാതെ, നല്ല ജീവിതം ജീവിക്കാതെ പെട്ടുപോകുന്ന ഒരു മനുഷ്യൻ
ഏറ്റവും അവസാനം എഴുതും തിരിഞ്ഞു നോക്കുകയാണ്. യഥാർത്ഥത്തിൽ ഞാൻ ജീവിച്ചോ? ഞാൻ ഈ ആകാശം കണ്ടോ? ഞാൻ ഈ ഭൂമിയെ മണത്തോ? ഞാൻ ഈ ഭൂവിനെ മനസ്സിലാക്കിയോ? എൻ്റെ അയൽപക്കക്കാരനെ കണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പൊ ഇതാണ് ടോബിൻ കൊത്തിരിക്കുന്നതാണ്, ഈ അപ്പനെയാണ് അല്ലെങ്കിൽ ഈ പിതാവിനെയാണ്. അതായത് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച് മറ്റുള്ളവർ ഉദ്ദേശിക്കുന്നത് കുടുംബത്തിന് വേണ്ടി ജീവിച്ച് സ്വന്തം ജീവിതം വിട്ടുപോയി. ഇതേ അവസ്ഥയാണ് കേട്ടോ സ്ത്രീകൾക്കും. അവരും ഇതേപോലെയാണ്. ഞാനെപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യം, സ്ത്രീകൾ വീട്ടിലെ 4 പേരുണ്ടെങ്കിൽ അതിൽ 3 പേര് ടി വി ആസ്വദിക്കും, ഒരാൾ ടി വി ആസ്വദിക്കില്ല. ആസ്വദിക്കാത്ത ആൾ അമ്മയായിരിക്കും. ബാക്കി പേർക്ക് ആസ്വാദ്യത വളരെ കൃത്യമാണ്. മറ്റൊരു അടുക്കളയിൽ കൂടെ പണിയെടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇങ്ങനെ ജീവിതത്തിന്റെ ഒരു അവസാനം എന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ താൻ ഏതോ പാമ്പിന്റെ വായിൽ പെട്ടിരിക്കുന്നു, തനിക്ക് തന്റെ ജീവിതം കൈമോശം വന്നിരിക്കും, തനിക്ക് തന്റെ ജീവിതം ജീവിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. കുഞ്ഞാട് എന്ന കവിതയെക്കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു. ആ കവിതയുടെ പ്രമേയവും ഒരു പിതാവിന്റെ നോട്ടമാണ്. താൻ വളർത്തി വലുതാക്കിയ മകളെ വേറൊരാളിന് കല്യാണം കഴിച്ചു കൊടുക്കുന്നു. ആ കല്യാണം കഴിച്ചു കൊടുക്കുന്നത് ഒരു അപകടത്തിലേക്കാണ്. അതിൽ വേറൊരു വാചകമുള്ളത്, കരള് പറിച്ചു കൊടുക്കുന്നത് പോലെ എന്നാണ് ആ കവിതയിൽ പറയുന്നത്. അച്ഛൻ മകളെ കെട്ടിച്ചു കൊടുക്കുന്നതാണ്. പക്ഷെ അതിന് വേറൊരു സൂചനയുള്ളത്, അയാൾ അവളെ കയറോടെ പിടിച്ചു കൊടുത്തുന്നതാണ്. അപ്പൊ ഇയാൾ ഒരു കയറിട്ടിരുന്ന ഒരു അർത്ഥമുണ്ട്. അച്ഛനും ഒരു കയറ് കിട്ടിയിരുന്നു, ആ കയറോടെ പിടിച്ചു കൊടുത്തു. അങ്ങനെ ഈ വിവാഹം പരാജയപ്പെടുന്നതിന്റെ ആകുലതയാണ് ആ കവിത. ഇതൊരു പിതാവിന്റെ ഉള്ളിൽ കടന്നു വരുന്ന സംഗതിയാണ്. 1-2 കാര്യം കൂടെ സൂചിപ്പിച്ചിട്ട് അവസാനിപ്പിക്കാം. പൂമ്പാറ്റ എഴുതിയ കവിത. ഞാൻ ഈ മനുഷ്യനിലെ അച്ഛനായിരിക്കുന്ന ഈ മനുഷ്യൻ, ഇടയ്ക്ക് ബന്ധം മദ്യപിക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യൻ, വീട്ടിലേക്ക് ചെന്ന് കയറി ആരും സ്വീകരിക്കാതിരിക്കുന്ന ഈ മനുഷ്യൻ, വരി തെറ്റിപ്പോയ അല്ലെങ്കിൽ വരി തെറ്റിച്ചു കളഞ്ഞ ഈ മനുഷ്യൻ സർഗാത്മകതയുടെ ഒരാളും കൂടിയാണ്. അയാൾ ഒരു എഴുത്തുകാരനുമാണ്. ആ എഴുത്തുകാരനാണ് പൂമ്പാറ്റ എഴുതിയ കവിത എന്ന കവിതയിൽ പ്രത്യക്ഷപ്പെടുന്നത്. പൂമ്പാറ്റ എഴുതിയ കവിത പതിവ് പോലെ മനോഹരം. ഇനി അവിടെ ഒരേ സമയം 2 കാര്യങ്ങൾ കടന്നു വരുന്നു. ഇയാളുടെ കവിതയെക്കുറിച്ചുള്ള ആദർശം കൂടെ കടന്നു വരുന്നുണ്ട്. എങ്ങനെയാണ് ഒരു കവിത എഴുതേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള കാര്യം കൂടെ പറഞ്ഞു. ചില്ലുടഞ്ഞ കാവ്യബിംബങ്ങൾ കൊണ്ട് പൂവിന്റെ ഹൃദയ നൈർമല്യം കീറി മുറിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെ തുടങ്ങിയ ബിംബങ്ങളൊന്നും എടുത്തിട്ടില്ല. നിഷ്കളങ്കമായ ഉള്ളറകളെ എന്തിനോടെങ്കിലും ഉപമിച്ച് മലിനപ്പെടുത്തിയിട്ടില്ല. ഒന്നിനെയും ഒന്നിനോട് താരതമ്യപ്പെടുത്തിയിട്ടില്ല. അതിനെ അതായിട്ട് തന്നെയാണ് കാണുന്നത് എന്നാണ്. അലങ്കാരങ്ങളുടെ ഉന്മത്ത ചുംബനങ്ങളാൽ കവിളിന്റെ ചാരുതയൊട്ടും കവർന്നെടുത്തിട്ടില്ല. മേക്കപ്പ് ചെയ്തിട്ടില്ല ഈ കവിത, ബ്യൂട്ടിഫൈ ചെയ്തിട്ടില്ല, അലങ്കാരങ്ങളൊന്നുമില്ല. വളരെ ഡയറക്റ്റാണ്, ജെനുവിനാണ് എന്നാണ്. ഉടയാത്ത നിഗൂഢതയൊന്നും ഞെട്ടിനും ഇതളുകൾക്കുമിടയിലെ സ്വകാര്യത പോലെ പൊതിഞ്ഞു വെച്ചിട്ടില്ല. ഇത് ഗഹനമായ അല്ലെങ്കിൽ കടിച്ചാൽ പൊട്ടാത്ത ആശയങ്ങളൊന്നും ഞാൻ ഇതിനകത്ത് വെച്ചിട്ടില്ല. വളരെ ഡയറക്റ്റാണ് ഈ കവിത എന്നാണ് കവി. പക്ഷേ അതത്ര ശരിയല്ല. കാരണം ഇയാൾ പോയറ്റ് ആയതുകൊണ്ട് തന്നെ ഈ നിരവധി അർത്ഥങ്ങൾ ഈ കവിതയ്ക്കകത്ത് ഉണ്ട്. പിന്നെ ഞാൻ എന്ന കവിത, അതിൽ ഇവിടെ ഹൈക്കുവിന്റെ സ്വഭാവം അടയാളപ്പെടുത്തുന്ന തരത്തിലുള്ള കവിതയായി ഞാൻ എന്ന കവിതയെക്കുറിച്ച് നേരത്തെ പരാമർശിച്ചിട്ടുണ്ട്. അതിൽ കുറിക്കാൻ കാലം മറന്ന കവിത എന്ന് സ്വയം അടയാളപ്പെടുന്നിടത്താണ് വരി തെറ്റിക്കുന്ന വാക്കുകൾ എന്ന കവിതയുമായി അതിന് ബന്ധം വരുന്നത്. മനോഹരമായ ഒരു കവിതയാണ് പൂങ്കുറൽ എന്നുള്ളത്. അതും ഈ സർഗാത്മകതയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കവിതയാണ്. അത് അതിനോട് സൂചിപ്പിച്ചു. എങ്കിലും എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി ആ കവിതയോടെ ഞാൻ വായിക്കുന്നു. കാറ്റ് തുറന്ന് വായിക്കുന്നുണ്ടാകണം പൂമ്പാറ്റയ്ക്ക് ഞാൻ കൊടുത്തയക്കും പ്രണയലേഖനം. അപ്പൊ പ്രണയലേഖനം വേറൊരു പോസ്റ്റ്മാൻ വായിക്കുകയാണ്. അപ്പൊ വായിക്കുമ്പോൾ എന്താണ്, ഭയങ്കര സുഗന്ധം. ഇയാളുടെ പ്രണയത്തിന്റെ ആഴമെന്ന് ആലോചിച്ച് നോക്കൂ. ഇയാൾ കൊടുത്തയച്ച പ്രണയലേഖനത്തിന്റെ സുഗന്ധം കാറ്റിൽ പകരുകയാണ്. ആ തരത്തിലാണ് വരുന്നത്. മറ്റൊന്ന് ബൈബിളിനെ കുറിച്ച് പറഞ്ഞു. വയലറ്റ് പൂക്കളുടെ താഴ്വര എന്നൊരു കവിത ഇതിലുണ്ട്. ആ കവിത വളരെ പ്രധാനപ്പെട്ട ഒരു കവിതയാണ്. അത് ഏദൻ തോട്ടമാണ്. ഈ ബൈബിൾ സങ്കല്പവുമായി ബന്ധപ്പെട്ടിരുമ്പോൾ അതൊരു ഏദൻ തോട്ടമാണ്. ഈ ഏദൻ തോട്ടത്തിൽ ഈ കവി വരി തെറ്റിക്കുന്ന ആളും കൂടെയാണ്. വരി ഇയാളെ തെറ്റിക്കുന്നത് മാത്രമല്ല, ഇയാൾ വരിയും തെറ്റിക്കുന്നുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നൊരു കാര്യം, ആദിമ മനുഷ്യൻ, അത് നരവംശ ശാസ്ത്രജ്ഞന്മാർ സൂചിപ്പിക്കുന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമായ ആശയമാണ്. അവർ പറയുന്നത് മനുഷ്യൻ വസ്ത്രം കണ്ടുപിടിക്കുന്ന, മനുഷ്യൻ വസ്ത്രം ഉപയോഗിക്കപ്പെടുന്ന ചരിത്ര സന്ദർഭമാണ് എന്നാണ്. അതിനകത്ത് നരവംശ ശാസ്ത്രജ്ഞന്മാരുടെ ഇന്റർപ്രിട്ടേഷൻ. ഇവിടെ അദ്ദേഹം പറയുന്ന അജ്ഞതയുടെ വസ്ത്രം ഉരിഞ്ഞു കളയുകയായിരുന്നു ആദമും ഹവ്വയും ചെയ്തത്. ആ പഴം കഴിച്ചത് അജ്ഞതയുടെ അറിവ് സ്വന്തമാക്കുകയാണ് ചെയ്തത്. അങ്ങനെ യഥാർത്ഥത്തിൽ അവർ നരകത്തിലേക്ക് വീഴുകയല്ല ചെയ്തത്, സ്വർഗാരോഹണം ചെയ്യുകയായിരുന്നു. അവർ അറിയാൻ തുടങ്ങിയതോടുകൂടെയാണ് അവർ സ്വർഗസ്ഥരായത്, സ്വർഗത്തിലെത്തിപ്പെട്ടത്. അങ്ങനെ ഭൂമിയെ സ്വർഗമാക്കുന്ന, അങ്ങനെ ബൈബിളിനെ തിരിച്ചു വായിക്കുന്ന ഒരു രീതി ആ കവിതയ്ക്കുണ്ട്.
അങ്ങനെ നോക്കുമ്പോൾ നിരവധി രീതിയിൽ വായിക്കാൻ കഴിയുന്ന വളരെ ഗംഭീരമായ കുറേ കവിതകളുടെ സമാഹാരമാണിത്. ആദ്യ സമാഹാരത്തിൽ ഉണ്ടായിരുന്ന സംഘർഷങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടാണ് ഈ കവിതയിലെ സംഘർഷത്തെയും ആശയത്തെയും അദ്ദേഹം എയ്സ്തറ്റിക്കലായിട്ട്, അല്ലെങ്കിൽ എന്താണ്, സൗന്ദര്യാത്മകമായി, പൊയറ്റിക്കായി നമ്മൾ പറയുന്ന കാര്യം എങ്ങനെ, ഒന്നും ഡയറക്റ്റ് അല്ല. നമുക്കിവിടെ ഒരുപാട് കവികൾ നമ്മുടെ നാട്ടിലുണ്ട്. എൻ്റെ മോൾ എന്നോട് പറഞ്ഞത്, അച്ഛൻ ഒരു കവിയാണെന്ന് ഞാനിപ്പോൾ ആരോടും പറയാറില്ല, ആളുകൾ ചിരിക്കും എന്നാണ്. കാരണം ഈ ആളുകൾക്ക് പരിചയമുള്ള കവികളില്ല, അങ്ങനെയുള്ളവരാണ്. അതുകൊണ്ട് അങ്ങനെ ഇത് മനസ്സിലാകാത്ത ആളുകളോടൊന്നും അച്ഛനെ കവിയാണെന്ന് പറയാറില്ല. അപ്പം അങ്ങനെ ആളുകൾ കവിയാണെന്ന് പറഞ്ഞാൽ ചിരിക്കും. നമ്മൾ മേലുകാവിലെ സംഭവമുണ്ട്, സിനിമാ പാട്ടിൻ്റെ ഒരു ആളുണ്ടല്ലോ, അതുപോലെ ആളുകൾ ചിരിക്കുന്ന, കവിയെന്ന് കേട്ടാൽ ചിരിക്കുന്ന ഒരുപാട് കവികളുള്ള കാലത്ത് അങ്ങനെ ചിരിപ്പിക്കുകയല്ല, ചിന്തിപ്പിക്കുകയും സൗന്ദര്യാത്മകമായ അനുഭൂതിയിലേക്ക് കൊണ്ടുപോവുകയും ജീവിതത്തെ മറ്റൊരു തരത്തിൽ നമുക്ക് അടയാളപ്പെടുത്തി തരുകയും നമ്മുടെ ജീവിതത്തെ തന്നെ മറ്റൊരു തരത്തിൽ നമുക്ക് കണ്ണാടിയിലൂടെ എന്നതുപോലെ കാണിച്ചു തരികയും ചെയ്യുന്ന ഒരു കവിയാണ് ഈ കവി. നമുക്ക് ആവശ്യമുള്ള കവിയാണ് ഈ കവിയെ. നമ്മൾ നെഞ്ചേറ്റേണ്ട കവിയാണ്. അതുകൊണ്ട് എല്ലാവരും 120 രൂപ കൊടുത്ത് ഈ പുസ്തകം വാങ്ങണം. ഈ പുസ്തകം എനിക്കാവുന്ന വിധം പരിചയപ്പെടുത്തി ടോബി തലയിൽ ഈ പുസ്തകത്തിൻ്റെ പേരിൽ എൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. കേട്ടിരുന്ന നിങ്ങൾക്ക് മുഴുവൻ പേർക്കും പ്രത്യേകമായ എൻ്റെ സ്നേഹം പറയുന്നു. നന്ദി, നമസ്കാരം. ഇനി ആശംസാ പ്രഭാഷണങ്ങളാണ് 3 പേരുടേത്. ആശംസാ പ്രഭാഷണം ആദ്യം നടത്തുന്നതിന് പ്രിയ സുഹൃത്ത് SD പ്രിൻസിനെ ക്ഷണിക്കണം. വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ, വലിയ സന്തോഷമുള്ള ഒരു ദിവസമാണ്. ടോബി തലയിൽ എന്ന സുഹൃത്ത് എത്രയോ വർഷം, 1981 മുതൽ അടുത്ത സുഹൃത്താണ്. അദ്ദേഹത്തിൻ്റെ 2ാമത്തെ കവിതാ സമാഹാരം ഇന്ന് പ്രസിദ്ധീകരിക്കാൻ സാധിച്ചത് വലിയ സന്തോഷമാണ്. ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചതിലും അതിലേറെ സന്തോഷം. ഞങ്ങൾക്ക് ഒപ്പം പഠിക്കുന്ന കാലത്ത് 2 പേരാണ് ഈ തലയിൽ എന്ന സ്ഥലപ്പേരിൽ എഴുതി തുടങ്ങിയത്. ടോബി ആ തലയിൽ എന്നുള്ള പേര് ഇന്ന് വരെ കൊണ്ടുവന്നു. ആ 2ാമത്തെ തലയിൽകാരൻ ആരാണെന്ന് പലർക്കും അറിയില്ല, അത് ഡോക്ടർ ഉണ്ണികൃഷ്ണനാണ്. പക്ഷേ അന്ന് തലയിൽ എന്നുള്ള പേര് മാറ്റിയെങ്കിലും സാഹിത്യ ഗവേഷണത്തിലും നിരൂപണത്തിലും അധ്യാപനത്തിലുമൊക്കെ തലയെടുപ്പോടെ നിൽക്കാൻ സാധിച്ച ഒരു വ്യക്തി തന്നെയാണ്. ഇന്നും തലയെടുപ്പോടെ നിൽക്കുന്ന ഒരാളാണ് ടോബി. തൻ്റെ കവിതകളുടെ വ്യത്യസ്തതയിലൂടെ കവിതാരംഗത്ത് തലയെടുപ്പോടെ നിൽക്കുന്നു. അപ്പോൾ ഈ തലയിൽ എന്ന പേരിന് ഒരു മാന്ത്രികത ഉണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും വരിതെറ്റിക്കുന്ന വാക്കുകൾ എന്ന ഈ കവിതകൾ വായിക്കുമ്പോൾ പെട്ടെന്ന് തോന്നിയത്, ഈ വരിതെറ്റിക്കുകയാണോ നമ്മുടെ ശ്രദ്ധയെ മറ്റൊരിടത്തേക്ക് കൊണ്ടുപോവുകയാണോ, ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്ന കവിതകളായിട്ടാണ് തോന്നിയത്. ഇപ്പോൾ ഇവിടെ ആയാസരഹിതമായി എഴുതിപ്പോയി അതുപോലെ തോന്നും. വളരെ ഈ സിമ്പിൾ ആൻഡ് ബ്യൂട്ടിഫുൾ എന്നൊക്കെയുള്ള രീതിയിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് തോന്നുന്നത് ഈ എന്തിലും ഏതിലും കവിതയുടെ മാന്ത്രികത തേടുന്ന ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയിലേക്ക് ടോബി വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പണ്ട് തൊട്ടേ ശ്രീ ജേക്കബ് സാംസണോട്ടുള്ള സൗഹൃദം ടോബിക്കുണ്ട്. ഞാൻ പഠിക്കുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ കവിതകളെക്കുറിച്ച് ടോബി വളരെ സന്തോഷത്തോടെ പറയാറുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു തരത്തിലുള്ള ഒരു ചെറിയ ഒരു ഹാസ്യത്തിൻ്റെ ശൈലി ഇവിടെ കണ്ടത്, നിര്യാതരായ വൃദ്ധരുടെ യൗവനം തുളുമ്പുന്ന ഫോട്ടോകളൊന്നും നമ്മൾ പലപ്പോഴും ചെയ്യുന്ന ഒരു കാര്യം. ആരും ഇങ്ങനെ വയസ്സാകാറില്ല, പ്രത്യേകിച്ച് ചർമ്മ പടങ്ങളിൽ ആരും വയസ്സാകാറില്ലാത്തവർ. ഇത്തരത്തിലുള്ള ഒരുപാട് നിരീക്ഷണങ്ങൾ ചേർന്നുള്ള വളരെ സുന്ദരമായ കവിതകളാണ്. ഇത് ഒരു സമാഹാരമായി പ്രസിദ്ധീകരിക്കാൻ സാധിച്ചതിൽ ടോബിയെ ഹാർദമായി അഭിനന്ദിക്കുന്നു. ഇനിയും ടോബിയുടെ ഭാഗത്തു നിന്ന് ഇതുപോലുള്ള അല്ലെങ്കിൽ ഇതിനേക്കാൾ മെച്ചപ്പെട്ട കവിതകൾ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോടെ ടോബിക്ക് സകല ആശംസകളും നേരുന്നു. ഈ പുസ്തകത്തിൻ്റെ വിജയത്തിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട എ ഉണ്ണികൃഷ്ണൻ സാർ, യേശുദാസ് സാർ, ശ്രീ അനിൽകുമാർ, ശ്രീ പ്രിൻസ്, ശ്രീ സാമുവൽ കുട്ടി, എൻ്റെ പ്രിയ സ്നേഹിതൻ ടോബി തലയിൽ, പ്രിയമുള്ള സുഹൃത്തുക്കളെ, ആദ്യമേ തന്നെ സന്തോഷകരമായ ഒരു അറിയിപ്പാണ് ഞാൻ നടത്താൻ ഉദ്ദേശിക്കുന്നത്. സമയപരിമിതിയെ പറ്റി നല്ല അറിവുള്ളതുകൊണ്ട് ഞാൻ പ്രസംഗം പ്രിപ്പയർ ചെയ്തുകൊണ്ട് വന്നില്ല. ടോബിയെക്കുറിച്ച്, ടോബി വളരെ ഗ്രാമീണമായ പശ്ചാത്തലത്തിൽ ജീവിച്ച് വളർന്നു വന്നയാളാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതമൊക്കെ അങ്ങ് അപ്രതീക്ഷിതമായ സാഹചര്യങ്ങളിലായി ഒമാനിലായി അങ്ങനെ ഇവിടെയുള്ള ഒരുവലുമായിട്ട് വിട്ടുപിരിഞ്ഞ് വർഷങ്ങളോട് കുടുംബത്തിൽ നിന്നൊക്കെ അകന്ന് അങ്ങനെ ഒറ്റപ്പെടലിൻ്റെ പലതരത്തിലുള്ള ജീവിതാനുഭവങ്ങളിൽ കൂടെയാണ് കടന്നു വന്നത്. പക്ഷേ ഇദ്ദേഹത്തിനെ ഞാൻ മനസ്സിലാക്കിയത് വരി തെറ്റാതെ പോകുന്ന ഒരാളാണ്.
വരി തെറ്റാതെ പോകും. വളരെ ജെന്റിൽമാനാണ്. ഒരിക്കലും പുള്ളി ആ ക്യൂ തെറ്റിച്ച് ഞാൻ കണ്ടിട്ടില്ല, ജീവിതത്തിൽ ഒരിക്കലും ശ്രദ്ധിച്ചില്ല. പക്ഷെ ഈ വരി തെറ്റിക്കുന്നവനെയാണ് എല്ലാവരും ശ്രദ്ധിക്കുന്നത്. വരി തെറ്റിക്കാത്തവൻ വരിയിൽ പോകുന്നവരെ ആരും ശ്രദ്ധിക്കില്ല. വരി തെറ്റിക്കുന്നവനെ അവൻ ആരാണ് ആ വരി തെറ്റിക്കുന്നതെന്ന് നമ്മൾ നോക്കും. അങ്ങനെ വരിയിൽ നിൽക്കാത്ത കുറേ വാക്കുകൾ ഇങ്ങനെ മനസ്സിൻ്റെ ഉള്ളിൽ കിടന്ന് പെടഞ്ഞതെല്ലാം കൂടെ ചേർത്താണ് ഇങ്ങനെ ഒരു കവിതയായിട്ട്, കവിതാ സമാഹാരമായിട്ട് നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഈ കവിതയെ പറ്റിയുള്ള ഏറ്റവും വിലപ്പെട്ട അഭിപ്രായങ്ങൾ ഉണ്ണികൃഷ്ണൻ സാർ പറഞ്ഞിട്ടുണ്ട്. മലയാള സാഹിത്യത്തിൽ നിന്ന് ഏറ്റവും മതിക്കുന്ന വാക്കുകൾ ഉണ്ണികൃഷ്ണൻ സാറിൻ്റെ വാക്കുകളാണ്. ആ വാക്കുകൾ തന്നെ ഈ കവിതയ്ക്ക് തിലകം ചാർത്തി കഴിഞ്ഞിരിക്കുന്ന സ്ഥിതിക്ക് കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല. എന്നെ ആർക്കും അറിഞ്ഞുകൂടെന്നാണ് വിചാരിച്ചത്. പക്ഷേ ശ്രീ പ്രിൻസുമൊക്കെ എന്നെക്കുറിച്ച് വളരെ സ്നേഹമായിട്ട് പറഞ്ഞതിൽ, എല്ലാവരും വളരെ സ്നേഹത്തോടെ പറഞ്ഞതിൽ എനിക്ക് വളരെ നന്ദിയുണ്ട്, സന്തോഷമുണ്ട്. എല്ലാവർക്കും എല്ലാ നന്മകളും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. വേദിയിലും സദസ്സിലുമായിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇപ്പം ഞാനിവിടെ നിൽക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു ഇരട്ടി മധുരം കഴിച്ച സന്തോഷത്തോടു കൂടിയാണ്. കാരണം എൻ്റെ പ്രിയ സുഹൃത്തിൻ്റെ ബുക്ക് റിലീസ്, അതോടൊപ്പം അദ്ദേഹത്തോടു കൂടി തന്നെ ഈ ഡയസ് പങ്കിടാനും അദ്ദേഹത്തിന് ആശംസ അർപ്പിക്കാനും കിട്ടിയ ഈ അവസരം തീർച്ചയായിട്ടും ഇത് എനിക്ക് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു സമയമാണ്. അദ്ദേഹത്തെ പറ്റി പറയുവാൻ ഞങ്ങൾ പത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു ഓഫ് ദ ബീറ്റ് ആക്ടിവിറ്റി ഇല്ല. പ്രത്യേകിച്ച് റിപ്പോർട്ടിങ്ങിലുള്ളവർക്ക് ഓഫ് ദ ബീറ്റ് ആക്ടിവിറ്റി ഇല്ല. എഡിറ്റോറിയലുള്ളവർക്ക് വീണ്ടും കുറച്ച് സമയം ഉണ്ടാകും, 24 hours ഒരു ജോലി. പിന്നെ കുറച്ച് പേരേ ഉള്ളൂ എഴുതാനായിട്ട് ഓഫ് ദ ബീറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ. പക്ഷെ ടോബിക്ക് കിട്ടിയ അവസരം കൃത്യമായിട്ട് അത് ഉപയോഗിക്കാൻ കഴിഞ്ഞു. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ കവിതകളിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എല്ലാ മനുഷ്യൻ തുടങ്ങി പ്രകൃതി തുടങ്ങി പ്രകൃതിയിലുള്ള എല്ലാ ജീവജാലങ്ങളും എല്ലാവരെയും അവരുടെ ആഗ്രഹങ്ങളും അവരുടെ പ്രശ്നങ്ങളും എല്ലാം ഉൾക്കൊണ്ട് അത് പ്രദർശിപ്പിക്കാൻ ടോബിക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ്. അതൊരു പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെങ്കിൽ മനസ്സിലാക്കിയതോളം ടോബി ഒരു കർഷക ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അത് അദ്ദേഹത്തിന്റെ കവിതകളിലും റിഫ്ലക്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഫസ്റ്റ് ബുക്കിനകത്തിൽ എഴുതിയിരുന്ന കർഷക സമരം നടക്കുന്ന സമയത്ത് അവരും അവരുടെ ഒരു എന്താ പറയുന്നത്, അവരുടെ ആസ്പിറേഷൻസ്, അവരോടൊരു ലോയൽറ്റി, ഇതൊക്കെ ആ ഒരു കവിതയിൽ അദ്ദേഹം കാണിച്ചിരുന്നു. അതുപോലെ അച്ഛനായാലും നേരത്തെ ഇവിടെ പറഞ്ഞ മാതിരി അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും മക്കളാണെങ്കിലും മുത്തശ്ശിയാണെങ്കിലും ഇവരുടെ എല്ലാം ഓരോ സ്റ്റേജിലുള്ള ഓരോ സംഭവങ്ങളും അദ്ദേഹത്തിൻ്റെ കവിതകളിൽ റിഫ്ലക്റ്റ് ആയിട്ടുണ്ട്. അപ്പം ഞാൻ നേരത്തെ ഫേസ്ബുക്ക് പുള്ളിയുടെ കവിതകൾ വരുമ്പോൾ അടിയിൽ പോസ്റ്റ് ചെയ്യുന്ന, ഇപ്പോൾ ആ പോസ്റ്റിൻ്റെ അടിയിലിടുന്ന മാതിരി തന്നെ ഒന്നുകൂടി പറയുകയാണ്, എല്ലാ ആശംസകളും തുടരുക. തീർച്ചയായിട്ടും ഞങ്ങൾ എല്ലാവരും കൂടെ ഉണ്ട്, വായിക്കാനാണെങ്കിലും അഭിപ്രായം പറയാനാണെങ്കിലും അതിന് സപ്പോർട്ട് തരാനായിട്ടും. ഈ അവസരം തന്ന ടോബിക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഇനിയൊരു ദീർഘമായിട്ടുള്ള ഒരു പ്രസംഗത്തിനോ അല്ലെങ്കിൽ ഒരു വിശദീകരണത്തിനോ സമയമില്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. എങ്കിലും ഒരു വാക്ക് ഈ സ്റ്റേജിൽ നമ്മുടെ സദസ്സും അതുപോലെ പിന്നെ നമ്മുടെ ഓഡിയൻസും അതുപോലെ ഡയസിലിരിക്കുന്നവരും രണ്ട് പേരെ നമുക്ക് വേർതിരിച്ച് കാണാൻ കഴിയാത്ത ഒരു യോഗമാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നന്ദി പറയുക എന്നുള്ള ഒരു കർത്തവ്യത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു വാക്ക്, ഇതൊരു അലുമിനി മീറ്റിംഗ് ആണോ എന്ന് സംശയം തോന്നത്തക്ക തരത്തിലാണ് ഇവിടെ നമ്മുടെ പിന്നെ ഓഡിയൻസും അതുപോലെ സ്റ്റേജിൽ നമ്മുടെ അതിഥികളായിട്ട് വന്നിട്ടുള്ളവരും. ആദ്യം സ്കൂളിൽ എന്നോടൊപ്പം പഠിച്ച എൻ്റെ സുഹൃത്തുക്കളെ തന്നെ ഞാൻ ആദ്യം ഒന്ന് പരിചയപ്പെടുത്താം. എന്ന് വെച്ചാൽ നമ്മുടെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ഞാൻ ആദ്യമായിട്ടൊരു കവിത എഴുതുന്നത്. ആ കവിത എന്ന് പറയുന്നത് ഒരു ക്രിസ്തീയ ബാക്ക്ഗ്രൗണ്ടുള്ള ഒരു ക്രിസ്തു ജനനത്തെക്കുറിച്ചുള്ള ഒരു കവിതയായിരുന്നു. അങ്ങനെ ചില കവിതകളൊക്കെ ഞാൻ എഴുതി വയ്ക്കുന്നത് അമ്മയാണ് കണ്ടുപിടിക്കുന്നത്. നോട്ട്ബുക്കിൽ എഴുതുന്ന കവിത അമ്മ കണ്ടുപിടിക്കുകയും അത് പിന്നെ മലയാള അധ്യാപകരായിട്ടുള്ള സാഹിത്യകാരന്മാരായിട്ടുള്ള അധ്യാപകരെ നമ്മളെ പഠിപ്പിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ഒരു ദാമോദരൻ സാറ്, മുല്ലൂർജി എന്നറിയപ്പെടുന്ന ഒരു നടരാജ പണിക്കർ സാറ്, അതുപോലെ വാലടി കേശവകുറുപ്പ് വേറൊരു കവി, അങ്ങനെ പല
അധ്യാപകർ ഞങ്ങൾക്ക് അന്ന് പഠിപ്പിക്കാനുണ്ടായിരുന്നു. എല്ലാവരും ഓർക്കുന്നുണ്ടാവും, അന്ന് എൻ്റെ കൂടെ പഠിച്ച, എൻ്റെ ക്ലാസ്സിൽ പഠിച്ച പലരും ഇവിടെ വന്നിട്ടുണ്ട്. ഞങ്ങൾ ഈ അടുത്ത കാലത്താണ് ഒന്നിച്ച് ഒരു കൂട്ടായ്മ രൂപീകരിച്ചത്, വാട്സപ്പ് കൂട്ടായ്മ രൂപീകരിച്ചത്. അപ്പോൾ എല്ലാവരെയും ഇപ്പോൾ കാണാൻ കഴിയുക, ഇങ്ങനെ അതിൽ ചിലരൊക്കെ കവിത എഴുതുന്നു, പുസ്തകം പ്രസിദ്ധീകരിക്കുന്നു, അത് എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യുന്നു എന്നൊക്കെയുള്ള ഒരു അവസരം ഇങ്ങനെ ഉള്ളപ്പോൾ നമ്മളിതൊന്ന് ആഘോഷിക്കണ്ടേ എന്ന് പലപ്പോഴും എൻ്റെ സുഹൃത്തുക്കൾ ഇങ്ങനെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടെയാണ് ഇങ്ങനെ ഒരു പുസ്തക പ്രകാശന ചടങ്ങ് എന്നെ സംഘടിപ്പിച്ചത്. അപ്പോൾ അല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പുസ്തക പ്രകാശന ചടങ്ങിന് എല്ലാവരെയും ഇങ്ങനെ വിളിച്ചിരുത്തി സമയം മെനക്കെടുപ്പിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. പിന്നെ സ്കൂളിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാനിത് പറഞ്ഞു. ഇനി ആ കവിതകൾ ആദ്യം പ്രസിദ്ധീകരിച്ച കവിതകളെ പറ്റിയോ അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളെ പറ്റിയൊന്നും ഇപ്പോൾ പറയുന്നതിൽ വലിയ പ്രസക്തി ഉണ്ടെന്ന് തോന്നുന്നില്ല. അടുത്ത് ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ, അതായത് യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കുമ്പോൾ സാഹിത്യകാരന്മാരായിട്ടുള്ള പല അധ്യാപകരെയും പരിചയപ്പെടാനും അവരുടെ കവിതകൾ, വിഷ്ണുനാരായണ നമ്പൂരി സാറ്, ഡി വിനേന്ദ്ര സാറ്, അതുപോലെ VP ശിവകുമാർ അധ്യാപകനായിരുന്നു ചെറുകഥാകൃത്ത്, അതുപോലെ പല സർഗധനരായിട്ടുള്ള പ്രഗത്ഭരായിട്ടുള്ള അധ്യാപകരുടെ കീഴിൽ പഠിക്കാനുള്ള അവസരമുണ്ടായി. അതോടൊപ്പം പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം, അതുപോലെ തന്നെ കഴിവുള്ള സഹപാഠികൾ കൂടെ ഉണ്ടായിരുന്നു. അതിൽ ചിലർ നമ്മുടെ വേദിയിലുണ്ട്. ഉണ്ണികൃഷ്ണൻ ഒരാളാണ്, അതുപോലെ പ്രിൻസ്, ഇവരൊക്കെ, അതുപോലെ ആനന്ദ് എന്ന് വന്നിട്ടില്ല, ആനന്ദ് കാവാലം, ഇവരൊക്കെ പിന്നീട് അധ്യാപകരും അതുപോലെ ഓരോ സ്ഥാപനങ്ങളുടെ പ്രിൻസ് ആണെങ്കിലും ഉയർന്ന നിലകളിൽ വന്നു. ജേക്കബ് ഇവിടെ ഉണ്ടായിരുന്നു, ജേക്കബ് പോയി. അദ്ദേഹം മാധവൻസ് കോളേജിൽ ഇംഗ്ലീഷ് പ്രൊഫസറായിരുന്നു. ഉണ്ണികൃഷ്ണനാവട്ടെ അതുപോലെ മലയാള സാഹിത്യത്തിൽ പിന്നെ പ്രഗത്ഭനായിട്ടുള്ള നിരൂപകനും അതുപോലെ ധാരാളം ബുക്കുകളുടെ രചയിതാവും ഒക്കെ ആയി മാറി. ഇപ്പോഴും ഡീനായിട്ട് സ്ഥാനം വഹിക്കുന്നു. ഞങ്ങൾ ഒന്നിച്ച് കോളേജിൽ, ഇപ്പോൾ ഡിഗ്രിക്ക് കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിൽ പഠിച്ചത്, ഒന്നിച്ച് പോകാനും വരാനും ഒക്കെ ഉള്ളൊരു ഭാഗ്യമുണ്ടായി. അതുപോലെ തന്നെ അവധിക്കാലങ്ങളിലൊക്കെ ഒന്നിച്ച് സമയം ചെലവഴിക്കാനും. അതിനോടൊപ്പം പറയുമ്പോൾ മുരളി ഇവിടെ ഇരിപ്പുണ്ട്. മുരളി ഞങ്ങളുടെ സംഘത്തിൽ, മൂവർ സംഘത്തിൽ ഒരാളായിരുന്നു. പക്ഷെ അവർ രണ്ടുപേരും, ഉണ്ണികൃഷ്ണനും മുരളിയും, പലപ്പോഴും ഒന്നിച്ച് വൈകുന്നേരങ്ങൾ സമയം ചെലവാക്കുകയും അവരടുത്തുള്ള ക്ഷേത്രത്തിൽ, കുന്നിൻ്റെ മുകളിലുള്ള ക്ഷേത്രത്തിൽ പോവുകയും അവിടെ ഇരിക്കുകയും ഒക്കെ ചെയ്യാമായിരുന്നു. പക്ഷെ ഞാൻ അപ്പോഴൊന്നും ഞാനവരെ അനുഗമിച്ചിരുന്നില്ല. പിന്നെ അങ്ങനെ വേറൊരു കാര്യം ഓർക്കുന്നത്, പിന്നെ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഞങ്ങൾ ഫോർവേഡ് എന്ന് പറഞ്ഞൊരു മാസിക, ഹാൻഡ് റിട്ടൺ മാഗസീൻ പ്രസിദ്ധീകരിച്ചിരുന്നു. അതൊരു പക്ഷേ എൻ്റെ ജേർണലിസ്റ്റിക് കരിയറിന് പിന്നീട് ആദ്യത്തെ ഒരു പടിയായിരുന്നു എന്ന് ഞാനിപ്പോൾ ഓർക്കുകയാണ്. അന്ന് പ്രിൻസ് ആയിരുന്നു അതിൻ്റെ കാലിഗ്രാഫി, അന്ന് എഴുത്ത് എല്ലാം ചെയ്തിരുന്നത്. അതിനകത്ത് നല്ല ഹാൻഡ് റൈറ്റിംഗ് ആണ് പ്രിൻസിൻ്റെ. അത് അനുകരിക്കാൻ ഞാനും ശ്രമിച്ചിരുന്നു. അത് കുറേയൊക്കെ സക്സസ്ഫുൾ ആയിട്ട് അനുകരിക്കാനും എനിക്ക് കഴിഞ്ഞിരുന്നു. ഇപ്പം കഴിയുന്നു എന്നുള്ളതിനൊരു തെളിവ് കൂടെയാണ് ഇപ്പോൾ ഈ നിങ്ങളുടെ കയ്യിലുള്ള പുസ്തകത്തിൻ്റെ ടൈറ്റിൽ. ഞാൻ ഈ പുസ്തകം ടൈറ്റില് ഇങ്ങനെ എഴുതി നോക്കി, വരി തെറ്റിക്കുന്ന വാക്കുകളെന്ന് എഴുതിയപ്പോൾ നമ്മുടെ പ്രസാധകനായിട്ടുള്ള ഡോക്ടർ M രാജീവ് കുമാർ പറഞ്ഞു, ഇത് കൊള്ളാമല്ലോ, നമുക്ക് ഇതങ്ങ് ടൈറ്റിലാക്കാം, തരക്കേടില്ല, ടോബി ഒന്നുകൂടെ ഒന്ന് പ്രാക്ടീസ് ചെയ്യൂ, എഴുതൂ, എന്നിട്ട് നമുക്ക് ഇത് ടൈറ്റിലാക്കാം. അങ്ങനെ ഈ പുസ്തകത്തിൻ്റെ ടൈറ്റില് എൻ്റെ അക്ഷരങ്ങളാണ്. അപ്പോൾ പ്രിൻസിൻ്റെ ഒരു അന്ന് അതിൻ്റെ കവർ പേജ് വരച്ചതും ഞാനായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അന്നത്തെ പക്ഷേ ചിത്രമെഴുത്തൊന്നും പിന്നീട് ഞാൻ തുടർന്നില്ല. അത് അവിടെ വെച്ച് അവസാനിപ്പിച്ചെങ്കിലും പിന്നീട് ജേർണലിസത്തിലോട്ട് പോവുകയായിരുന്നു ചെയ്തത്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രാരംഭമായിട്ടുള്ള ചില പിന്നെ അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് ഓർക്കുകയായിരുന്നു. പിന്നെ ഞങ്ങളുടെ ആ ഗ്രാമീണ ഭംഗി, പിന്നെ വഴിഞ്ഞൊഴുകുന്ന എന്നൊക്കെ പറയുന്നുള്ള വഴിഞ്ഞൊഴുക ആയിരുന്നു. ശരിക്കും എൻ്റെ വീടിൻ്റെ മുന്നേ കൂടെയാണ് ഒരു കനാല് പോകുന്നത്. അത്
എന്ന് നമ്മൾ രാവിലെ എണീറ്റ് കുളിക്കാനും നനയ്ക്കാനും ഒക്കെ ആയിട്ട് ആ ചാനൽ എന്നാണ് നമ്മൾ പറയുന്നത്. അവിടെ നല്ല വെള്ളവും നല്ല ഒരുപാട് ഒരു 4-5 അടി ആഴമുള്ള ഒരു കനാലാണ്. അപ്പോൾ അവിടെ നീന്താനും കുളിക്കാനും ഒക്കെ നല്ല സൗകര്യമുണ്ട്. അപ്പം അതിൻ്റേതായിട്ടുള്ള ഒരു പ്രകൃതി രമണീയത ആ സ്ഥലത്തിന് ഉണ്ട് താനും. അങ്ങനെ ഒരുപാട് പ്രകൃതി നമ്മെ അനുഗ്രഹിക്കുന്ന പല സന്ദർഭങ്ങളും അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ വളരാനുള്ള ഒരു ഭാഗ്യവും ഒക്കെ എനിക്ക് കിട്ടി എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ എന്ന് എഴുതിയാലും പ്രകൃതിയുമായിട്ട് ചേർന്ന ബിംബങ്ങൾ സ്വാഭാവികമായിട്ട് വന്ന് ചേരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ പന്തളത്താണ് സാം താമസിക്കുന്നത്. ഇനി തിരിച്ചു പോകണമെന്നാണ് പറയുന്നത്. വളരെ ബുദ്ധിമുട്ടിയാണ് അവിടെ നിന്ന് ഇത്രത്തോളം സഞ്ചരിച്ചു വന്നത്. അതുകൊണ്ട് പ്രത്യേകം നന്ദി പറയുകയാണ്. ഞാൻ ആദ്യം അതിൻ്റെ പ്രോട്ടോകോൾ അനുസരിച്ച് പറയാം. ഇനി നമ്മുടെ അധ്യക്ഷനായി ഇവിടെ എൻ്റെ ക്ഷണം സ്വീകരിച്ചു വന്ന എന്ന് പറയുന്നതിനേക്കാളും ഈ പരിപാടിയുടെ എല്ലാ ഉത്തരവാദിത്വവും ഏറ്റെടുത്ത് ഈ പുസ്തകം ഈ പുസ്തകം പ്രകാശിപ്പിച്ചു തന്ന, നിങ്ങളിലേക്ക് എത്തിച്ചു തന്ന ഡോക്ടർ AM ഉണ്ണികൃഷ്ണന് എൻ്റെ ഹൃദയംഗമമായ നന്ദി ഞാൻ ഇവിടെ ഔപചാരികതയുടെ പേരിൽ പ്രകാശിപ്പിക്കുകയാണ്. പുസ്തകം ഏറ്റുവാങ്ങിയ അനിൽകുമാർ വളരെ അടുത്ത കാലത്താണ് ഞങ്ങൾ പരിചയപ്പെടുന്നത്. ആദ്യത്തെ പുസ്തകം അവതരിപ്പിച്ചത് ഡോക്ടർ അനിൽകുമാറാണ്. വളരെ വ്യത്യസ്തമായ കവിതകൾ, നവീനമായ പുതുകവിതയുടെ ശക്തമായ ഒരു ശക്തമായ ശബ്ദമാണ് അനിൽകുമാറിൻ്റേത്. അദ്ദേഹത്തിൻ്റെ കവിത എന്നെ വളരെ ആകർഷിച്ചിട്ടുണ്ട്. ഇവിടെ എൻ്റെ കവിതകൾ വളരെ സുദീർഘമായിട്ട് വളരെ ഭംഗിയായിട്ട് കവിതയുടെ ഉള്ളറകളിലേക്ക് കടന്ന് അതിൻ്റെ അടരുകളിലേക്ക് കടന്ന് ഈ കവിതയുടെ പ്രത്യേകതകളെ എടുത്തു കാണിച്ച് സംസാരിച്ച ഡോക്ടർ അനിൽകുമാറിന് എൻ്റെ നന്ദിയും സ്നേഹവും അറിയിക്കണം. അതുപോലെ യേശുദാസ് എന്ന എൻ്റെ വളരെ അടുത്ത സ്നേഹിതനാണ്. അദ്ദേഹവും ആദ്യത്തെ പുസ്തകവുമായി ബന്ധപ്പെട്ടാണ് ഞാനുമായി അടുക്കുന്നത്. ഓൺലൈനാണ്, ഇതെല്ലാം ഓൺലൈനായിട്ട് സംഭവിച്ച കാര്യങ്ങളാണ് നമ്മുടെ ഈ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്. അതിനുശേഷം ഞാൻ തിരിച്ചു വന്നതിന് ശേഷമാണ് നമ്മൾ പരസ്പരം കാണുന്നതും ബന്ധപ്പെടുന്നതും. അദ്ദേഹം എൻ്റെ ആദ്യ പുസ്തകത്തിലെ കവിതകൾ വായിക്കുകയും വളരെ ഇഷ്ടപ്പെടുകയും അപ്പോൾ ഞാൻ ആവശ്യപ്പെട്ടതനുസരിച്ച് അദ്ദേഹം ഒരു പഠനം തയ്യാറാക്കി തരികയും അത് പുസ്തകത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു, ആദ്യത്തെ പുസ്തകം. അങ്ങനെ ഈ പുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങിനോട് അനുബന്ധിച്ച് അതിൽ സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോൾ തീർച്ചയായും ആ പുസ്തകം അവതരിപ്പിച്ചുകൊണ്ട് സംസാരിക്കാൻ വളരെ സന്തോഷമേ ഉള്ളൂ. മാത്രമല്ല അദ്ദേഹം ആ കവിതകൾ ഓൾറെഡി വായിച്ചു കഴിഞ്ഞിരുന്നു. അതിലെന്തെങ്കിലും കറക്ഷൻസ് വരുത്തണോ എന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ അതിൻ്റെ PDF അയച്ചു കൊടുത്തപ്പോൾ അദ്ദേഹം വായിക്കുകയും അതിൻ്റെ ടൈറ്റിലും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഡിസ്കസ് ചെയ്യുകയും ചെയ്തിരുന്നു. അപ്പോൾ എല്ലാ കാര്യങ്ങളിലും ഞാൻ എഴുതുന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് അയച്ചു കൊടുക്കുകയും അദ്ദേഹം വായിക്കുകയും അഭിപ്രായം പറയുകയും ഇവിടെ തിരുവനന്തപുരത്ത് നടക്കുന്ന പല കവിതാ കൂട്ടായ്മകളിലും എന്നെ ക്ഷണിക്കുകയും എന്നെ സജീവമായിട്ട് കൂടെ നിർത്താൻ അവർ ഉത്സാഹിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി നാളെയും മറ്റന്നാളും ഒക്കെ ഒരു കൂട്ടായ്മയിൽ പങ്കെടുക്കുന്നുണ്ട്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ രംഗത്തുനിന്ന് റിട്ടയർ ചെയ്യാനുള്ള പ്രായമായെന്നാണ് പലരും, അല്ലെങ്കിൽ ഒരു പക്ഷേ എനിക്കുമൊക്കെ തോന്നിയിട്ടുള്ളത്. പക്ഷേ എങ്കിലും ഇവർ പോകാൻ അനുവദിക്കുന്നില്ല. ഇനി എഴുതണമെന്നാണ് പറയുന്നത്. ധാരാളം കവിതകൾ പ്രതീക്ഷിക്കുന്നുണ്ടെന്നാണ്. അങ്ങനെ പ്രതീക്ഷിക്കുന്ന ശ്രീ യേശുദാസിന് എൻ്റെ നന്ദിയും സ്നേഹവും ഞാൻ ഔപചാരികതയുടെ പേരിൽ അറിയിക്കുകയാണ്. ഇനി പ്രിൻസിൻ്റെ കാര്യം ഞാൻ ഇവിടെ പറഞ്ഞു. പ്രിൻസ് എൻ്റെ സഹപാഠിയാണ്. ഞങ്ങൾ പഠിക്കുന്ന കാലം മുതൽ തുടങ്ങിയ ഒരു സൗഹൃദം ഇപ്പോഴും സൂക്ഷിക്കുന്നുണ്ട്. വളരെ ഇടയ്ക്ക് ഞാൻ ഫേസ്ബുക്കിൽ എന്തെങ്കിലും കവിത ഇടുമ്പോൾ അതിനകത്ത് ഗ്രാമാറ്റിക്കലായിട്ടോ എന്തെങ്കിലും യൂസേജിൽ പ്രശ്നമുണ്ടെങ്കിൽ അത് പോയിന്റ് ഔട്ട് ചെയ്യാൻ മിടുക്കനാണ്. അങ്ങനെ 1-2 കവിതകൾ കറക്റ്റ് ചെയ്തത് ഞാൻ കറക്ഷൻ വരുത്തി തന്നെയാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ ഈ ദോഷയുഗതർക്കാണ്
പ്രിൻസ് കോളം എഴുതിയിരുന്നു. TV അതുപോലുള്ള പരിപാടികളൊക്കെ അവതരിപ്പിക്കുന്നവരെയൊക്കെ വിമർശിക്കുകയും അതുപോലെ ഇതുപോലുള്ള കമ്മ്യൂണിക്കേഷൻ രംഗത്ത് പ്രഗത്ഭനായിട്ടുള്ള ഒരാളാണ്. ക്ലാസ് എടുക്കുന്ന ആളാണ്. ആകാശവാണിയിൽ പ്രോഗ്രാം എക്സിക്യൂട്ടീവ് ആയിരുന്നു. യൂണിവേഴ്സിറ്റിയുടെ PRO ആയിരുന്നു. KSEBയുടെ PRO ആയിരുന്നു. ഇപ്പം ഗവർണർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ PRO ആണ്. അപ്പോൾ അത് എല്ലാത്തിനും ഉപരി അദ്ദേഹം വളരെ അടുത്ത സുഹൃത്താണെന്നുള്ളതിൽ അഭിമാനിക്കുന്നു. അദ്ദേഹം പറഞ്ഞ വാക്കുകൾക്കും സ്നേഹബന്ധത്തിനും ഒക്കെ നന്ദിയുണ്ട്. ഈ യോഗത്തിൽ വരാനും ഈ സംസാരിക്കാനും കാണിച്ച സ്നേഹത്തിന് എൻ്റെ നന്ദി ഞാൻ ഔപചാരികരുടെ പേരിൽ അറിയിക്കും. അതുപോലെ ഡോക്ടർ ജേക്കബ് സാംസൺ, ഞങ്ങൾ വളരെ ദീർഘകാലത്തെ ഒരു പരിചയവും സ്നേഹവും സൂക്ഷിക്കുന്നവരാണ്. പഠിക്കുന്ന കാലത്ത്, യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കുന്ന കാലത്ത് പരിചയമുണ്ട്. അദ്ദേഹത്തെ അന്ന് വളരെ അടുപ്പമെന്ന് പറഞ്ഞാൽ പിന്നെ ക്രൈസ്തവ ദീപിക എന്ന് പറയുന്ന മാസികയിൽ എൻ്റെ കവിതകളൊക്കെ പ്രസിദ്ധീകരിച്ചു തുടങ്ങുന്ന സമയത്താണ് അദ്ദേഹത്തെ പരിചയപ്പെടുന്നത്. പക്ഷേ ഇടയ്ക്ക് കുറേ കാലം വലിയ ബന്ധങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ കോവിഡ് കാലത്താണ് അടുത്ത ബന്ധങ്ങൾ ഉണ്ടായത്. അദ്ദേഹവുമായിട്ട് കവിതയുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്. എന്നെക്കൊണ്ട് കുറേ അധികം പുസ്തകങ്ങൾക്ക് അവതാരിക എഴുതിച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഉള്ള ബന്ധങ്ങളാണ്. എപ്പോഴും അടുത്ത പുസ്തകം എപ്പോഴാണെന്ന് ഇങ്ങനെ എന്നോട് നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അങ്ങനെ അതുകൊണ്ട് പിന്നെ എൻ്റെ കവിതകൾ വായിക്കുന്നതോടൊപ്പം അതിനകത്ത് അതത്ര പോരാ, അല്ലെങ്കിൽ അത് കുറെ കൂടെ ഇമ്പ്രൂവ് ചെയ്യാം എന്നൊക്കെ പ്രോത്സാഹിപ്പിക്കുകയും എന്നെ നിരന്തരം ഇങ്ങനെ ഇനിയും എഴുതണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഡോക്ടർ ജേക്കബ് സാംസൺ. അദ്ദേഹത്തോടുള്ള നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുകയാണ്. ഞാൻ ഇനി നമ്മുടെ സാമുവൽ കുട്ടിക്ക് ഇപ്പോൾ അടുത്ത് ബസ് പിടിക്കേണ്ട സമയമായി. അദ്ദേഹത്തോടൊപ്പം ജോലി ചെയ്ത ഞാൻ കാര്യം പറഞ്ഞു. അദ്ദേഹം ഇവിടെ ഇത്രയും പെയിനെടുത്ത് ഇവിടെ വന്നതിൽ നമ്മളോട് ഈ പുസ്തകത്തെ പറ്റിയും അതുപോലെ നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ആ ഒരു ബന്ധത്തിൻ്റെ ഊഷ്മതയെ പറ്റിയൊക്കെ പറഞ്ഞ് നമ്മളോട് അദ്ദേഹത്തിൻ്റെ വികാരം ഷെയർ ചെയ്തതിന് അദ്ദേഹത്തോടുള്ള നന്ദിയും സ്നേഹവും ഞാൻ ഔപചാരികതയുടെ പേരിൽ അറിയിക്കുകയാണ്. ഇതൊരു സൗഹൃദ കൂട്ടായ്മയാണെന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ ബന്ധുമിത്രാദികളായിട്ട് ഇവിടെ എന്നോട് സ്നേഹമുള്ള എല്ലാവരും വന്നു എന്നുള്ളതല്ല, സ്നേഹം കൊണ്ട് വന്നിട്ടുണ്ട്. അതുപോലെ പലർക്കും വരാൻ കഴിയാത്ത സാഹചര്യത്തിലായി പോയിട്ടുണ്ട്. ഇവിടെ വന്നു ചേർന്ന എൻ്റെ സ്കൂളിൽ എന്നോടൊപ്പം ഉണ്ടായിരുന്ന വളരെ ആത്മാർത്ഥമായിട്ട് എന്നോട് ഒപ്പം എല്ലാ കാര്യങ്ങളും എന്നെ പ്രോത്സാഹിപ്പിക്കുകയും എന്നെ എല്ലാ കാര്യങ്ങൾക്കും മുന്നിൽ നിന്ന് പിന്നെ സഹായവുമായിട്ട് എപ്പോഴും കൂടെയുള്ള കൂട്ടുകാരാണ് ഇപ്പം ഇവിടെ കൂടെയുള്ളത്. ആരെയും പേരെടുത്ത് പറഞ്ഞാൽ അത് ഒരു പക്ഷേ ആരെങ്കിലും വിട്ടുപോയാൽ അത് അവർക്ക് വിഷമാവുമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് മാത്രം ഞാൻ പേര് പറയുന്നില്ല. പിന്നെ എല്ലാവർക്കും ഇവിടെ വന്ന് ഈ സായാഹ്നം വളരെ ധന്യമാക്കി തീർത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി, അതുപോലെ വിട്ടുപോയ ഒരു ആളാണ് നമ്മുടെ പിന്നെ പ്രസാധകനായിട്ടുള്ള ഡോക്ടർ M. രാജീവ് കുമാർ. അദ്ദേഹം രാവിലെ മുതൽ ചിലപ്പോൾ 4 മണിക്ക് നോക്കിയാൽ അദ്ദേഹം ഓൺലൈനാണ്. പുസ്തകങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും പുസ്തകങ്ങളുടെ ഇടയിൽ ജീവിക്കുകയും ചെയ്യുന്ന ആളാണ് ഡോക്ടർ M. രാജീവ് കുമാറിൻ്റെ പുസ്തകം പ്രസിദ്ധീകരിക്കണം എന്ന് അദ്ദേഹം വളരെ സന്തോഷത്തോടുകൂടി ആ ദൗത്യം ഏറ്റെടുക്കുകയും ഭംഗിയായി അത് ചെയ്യുകയും ചെയ്തു. അദ്ദേഹത്തിനും എൻ്റെ ഹൃദയംഗമമായ നന്ദി ഞാൻ പ്രകാശിപ്പിക്കുകയാണ്. ഇതിൻ്റെ കവർ പേജ് ഡിസൈൻ ചെയ്ത വിൻസെൻ്റ്, കാഞ്ഞിരംകുളം വിൻസെൻ്റ് നല്ലൊരു ആർട്ടിസ്റ്റാണ്. ലളിത കലാ അക്കാദമി അവാർഡ് കിട്ടിയ ആളാണ്. അദ്ദേഹത്തിൻ്റെ ആബ്സെൻസിൽ അദ്ദേഹത്തിനും നന്ദി പറയുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. ഇപ്പം നമുക്കെല്ലാവർക്കും ഓർമ്മയിൽ സൂക്ഷിക്കാവുന്ന ഒരു മധുരമുള്ള സായാഹ്നമാണ് ഇന്ന് കൈവന്നിരിക്കുന്നത്. ഈ പുസ്തക പ്രകാശന ചടങ്ങ് അവസാനിച്ചിരിക്കുന്നു. നമസ്കാരം.